Hello everyone, my name is Arun. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വൺ തിങ് ഇസ് ദാറ്റ് നിങ്ങളെ റിക്വസ്റ്റ് വിചാരിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് എടുത്തിട്ട് ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി നൗ മേക്കിംഗ് സം സ്മോൾ വീഡിയോ മാക്സിമം 20 minutes ഓക്കെ. അതിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആവാം, ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആവാം. And those will be those questions which I feel it like you need to know. ഓക്കെ, നിങ്ങൾ എന്തായാലും അത് പഠിച്ചിട്ട് പോകണം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും അതേ കൂടെ തന്നെ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് അത് എനിക്ക് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഐ വിൽ ബി ജസ്റ്റ് ഇൻക്ലൂഡിങ് ദാറ്റ് വൺ ഇൻ ദിസ് സ്പ്രിൻറ്റ് സീരീസ്. ഓക്കെ, സ്പ്രിൻറ്റ് ഇൻ 2020 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മോഡ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഐ വിൽ ബി റൈറ്റിംഗ് 1 2 3 4 ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, വാട്ട് ഓൾ വി ഹാവ് ഡൺ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് 1 by 1 I will be just marking on. So what I do recommend is that subscribe the channel dear, those who are now coming into that or you want to follow that entire video, what is or what all things are main questions and കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ just subscribe it okay right now. And as well as നിങ്ങൾക്ക് എന്ത് വേണോ ഞാൻ എപ്പോഴും പറയാറുള്ളതല്ല, you can ask me at any point of time. This is exactly my number. അപ്പോൾ you can message me and you can ask me the doubts. ഇപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഐ ഹാവിൻ ഡിസപ്പോയിൻറ്റ് എറ്റ് ഓക്കെ, ഐ ഡിൻറ്റ് ഡിസപ്പോയിൻറ്റ് എനിവൺ എറ്റ്. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോൾ എല്ലാവരും നല്ല റാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഐ നോ മൈ സ്റ്റുഡൻസ് ഓക്കെ, ഐ നോ മൈ സ്റ്റുഡൻസ് all are very much like enthusiastic to study. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നാലും ഓക്കെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ട്. ഐ എം എ ലാസ്റ്റ് മിനിറ്റ് ലേണർ ഓക്കെ. അതുകൊണ്ടിട്ട് ഐ ക്യാൻ റിയലി ഗെറ്റ് ദാറ്റ് വൈബ് ഓക്കെ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്നൊക്കെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടും എക്സാം ടൈം ആകുമ്പോൾ. സോ വാട്ട് യു റിയലി വാണ്ടഡ് ഐ വിൽ ഗിവ് ഇറ്റ് ഡിയർ. അപ്പോൾ ഞാൻ ഈ ഒരു 2 വീഡിയോ ഇപ്പോൾ പ്രോബബിലിറ്റിയും പിന്നെ 3Dയും കൂടെ ഒന്ന് ചെയ്തിട്ട് ഐ വിൽ ബി ജസ്റ്റ് quickly doing lot of questions okay, lot of questions. That is what I am hoping to do. Pinna if health and everything is good then I will surely do it there okay. That is only concern because korchu vayayirunnu. Now I am okay. So adondana idu shoot cheyyunnathu thenne okay. That's it dear. And what I told you is a new series. That's it okay. Appo just make sure that ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് ദേ വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാൻ ഒന്ന് 2016 ഓക്കെ, ലൈക്ക് നോട്ട് 2016 27th നിങ്ങൾ ബയോളജി എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം what I will be doing is that I will come the next day on live ഒരു 5 മിനിറ്റത്തേക്ക് ലൈവായിട്ട് we will have a conversation. As well as ഞാൻ അന്നത്തെ ദിവസം ഐ വിൽ ടെൽ യു ഹൗ ടു പാസ് ഇഫ് സമ്മൺ ഇസ് ദെയർ. ഭയങ്കര പേടിയായിട്ടിരിക്കുകയാണ്. പേടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പാസ് ആവോ ഇല്ലയോ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഇരിക്കുന്ന ആൾക്കാർക്കാണ്. ബാക്കിയുള്ളവർ പ്രിപ്പയർ ചെയ്തോളാം ഓക്കെ. അങ്ങനത്തെ ഒരാൾക്കാർക്ക് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സീ ഇറ്റ് കംപ്ലീറ്റ്ലി ഓക്കെ. ഐ വിൽ ബി ഗെറ്റിംഗ് സം ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ പഠിക്കണം കാര്യങ്ങളെന്നുള്ളത് ഞാനൊരു ടിപ്പ് പറയാം. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ഇറ്റ് ഓക്കെ. അപ്പം ഇത്രയും ഞാൻ ലെങ്തിയറായിട്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ലാതെയായിരുന്നു ബിക്കോസ് എൻ്റെ വീഡിയോസ് എല്ലാം ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ലെങ്തിയർ ആകുമ്പോൾ ഇറ്റ് ജസ്റ്റ് നോട്ട് ഗുഡ് ന, യു ഓൾസോ ഫീൽ സോ ബോർ. പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ദെൻ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ, ജസ്റ്റ് ഗോ ഓൺ ലൈക്ക് ആ ബാറ്റിൽ ഗ്രൗണ്ട് സീരീസ്. നമുക്കിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്രോബിലിറ്റി നമ്മൾ ചെയ്യാം. 5 year question paper we will solve it and just make sure that probability you are nailing it. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക, അതേപോലത്തെ മാത്രം ക്വസ്റ്റ്യനേ വരുള്ളൂ. സോ യു ഡോണ്ട് നീഡ് ടു വറി മച്ച്. പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്, നമ്മൾ ആ വൺ ഷോട്ട് തിയറിക്കകത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇതിന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ബി ജസ്റ്റ് ഗിവിങ് യു സം കൺസെപ്റ്റ് അബൌട്ട് ഇറ്റ്. സോ ഇറ്റ് വിൽ ബി സോ ഈസി ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. സോ വിത്തൗട്ട് എനി ഡിലേ, വൈ ഷുഡ് യു ഡിലേ ഇറ്റ് ഓക്കെ. നൗ ദിസ് ഇസ് 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓക്കെ. Now take down this question, pause the video, just take down the question and understand. Probability first and foremost thing is that read it and understand it okay. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ജസ്റ്റ് ടോൾഡ് യു ടു ഡു. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഞാൻ 2 പ്രാവശ്യം 2 വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ഓക്കെ. ആൻഡ് ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് 2019 അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ മുകളിൽ തന്നിരിക്കാം കേട്ടോ. ജസ്റ്റ് ഹാവ് എ ലുക്ക് ഇൻ ടു ഇറ്റ്. That's it. Then on to the second part of it okay, B part. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ it's quite easy. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ ഓക്കെ.
സോ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഓൺ ടു ദ ബി പാർട്ട്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ടു ദ ബി പാർട്ട്, എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് നമ്മൾ ടേബിൾ കിടക്കുന്നത്. വേർ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പി ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കെ ആൻഡ് ദെൻ മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് കെ കണ്ടുപിടിക്കാൻ, ഒന്ന് ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താണ്, ഒന്ന് മീൻ കണ്ടുപിടിക്കണം, പിന്നെ വേരിയൻസ് കണ്ടുപിടിക്കണം, പിന്നെ കെയിൻ്റെ വാല്യൂ. സോ ദാറ്റ് ദീസ് ആർ ദ തിങ്സ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, എന്താണ് ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രമേ ഈ പ്രോബ്ലം ചെയ്യുക. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വൺ ഷോട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു 15 മിനിറ്റ്സിൻ്റെ ആ വീഡിയോ ആണ്. ഇതിനകത്ത് ഇതിനെക്കുറിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കിട്ടുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്തിട്ട്, ഞാൻ അന്നേ പറഞ്ഞതാണ് ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കണം. ദെൻ ഗോ ഹെഡ് വിത്ത് ദ പ്രോബ്ലംസ് ഡിയർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഫോർമുലാസ്, ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ്, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. വേറെ ഏതെങ്കിലും പോർഷനിൽ പോയിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ ഫോർമുല എഴുതി വെച്ചിട്ട് വേണം ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ക്ലിയർ വിത്ത് ദിസ് തിങ്. ഓക്കെ, വളരെ ഈസിയാണ്, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ, കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമുക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വളരെ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവും ഇത് ഭയങ്കര ഈസിയാണെന്ന്. ഞാനിവിടെ എഴുതുന്നത് എന്താണെന്ന് നോക്കിയോ, സമേഷൻ ഓഫ് പി ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഈ കാര്യം നിങ്ങൾ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് 1 വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെയിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ, ബിക്കോസ് എവറിത്തിങ് ഈസ് റിട്ടൺ ഇൻ കെ. അപ്പോൾ എനിക്ക് കെ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമുക്കിവിടെ കിട്ടുക, കെ പ്ലസ് 3k പ്ലസ് 5k. ഇതിനകത്ത് കുറേ അഡീഷനൊക്കെ ഉണ്ട് കേട്ടോ. അന്നത് പതുക്കെ വെരി കെയർഫുള്ളായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. സോ ദിസ് ഈസ് ഇൻ ഫാക്ട് ഈക്വൽ ടു 1. അപ്പോൾ അത് 1 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ജസ്റ്റ് സോൾവ് ഇറ്റ് ബൈ ആഡിങ് ഓൾ ദീസ്. അപ്പോൾ ഇതിനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഓക്കെ 1 by 1 ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 3 എടുക്കും, ഈ 7k എടുക്കും, അപ്പോൾ 10 ആയി. പിന്നെ ഈസി ആയിട്ട് അടുത്ത 5 എടുക്കും, അപ്പോൾ 15ഉം 4ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ 19 പ്ലസ് 1k ഈസ് 20. സോ 20k ഈസ് ഈക്വൽ ടു 1. അപ്പം നമുക്ക് എഴുതിക്കൂടെ k ഈസ് ഈക്വൽ ടു വാട്ട്, 1 by 20 എന്ന് പെട്ടെന്ന്. യെസ്, സോ കെയിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞില്ലേ. അടുത്ത നമുക്ക് മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതാത്തതെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക എന്താണ് മീൻ എന്നുള്ളത്. മീനിനകത്ത് മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നമ്മളെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസറാണിത്. അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന സെക്കൻഡ് പാർട്ടിനകത്ത്, അതിനകത്ത് അറിയേണ്ട മെയിൻ കുറച്ച് കാര്യങ്ങൾ എഴുതാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ. അപ്പോൾ മീൻ കണ്ടുപിടിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ട മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്താ, അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻസ്, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള. അതിനെങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, മ്യൂ അല്ലെങ്കിൽ ഇ ഓഫ് എക്സ്. ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഐദർ മ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഇ ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇ ഓഫ് എക്സ്. അത് മനസ്സിലാക്കുക. അതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇ ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമേഷൻ ഓഫ് യൂണിറ്റ് സം എന്തൊക്കെ ചെയ്യണം, നമ്മൾ പി ഐ എക്സ് ഐ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്ന് ഫോർമുലയൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ്. ഇപ്പം സപ്പോസ് നമ്മൾ അടുത്ത ഈ ഒരു കോളത്തിന് നമ്മളൊന്ന് ജസ്റ്റ് കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വരയ്ക്കണമെന്ന് വെച്ചോളൂ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. സോ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ആഡിങ് എ കോളം. ഞാൻ ഒരു കോളം കൂടെ ഉണ്ട് താഴോട്ട്, ഞാൻ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഓക്കെ, അതും കൂടെ ഞാൻ വരച്ചു വയ്ക്കാം. സോ ഐ ഡോണ്ട് നീഡ് ടു ഡ്രോ ഇറ്റ് അഗെയിൻ. അത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഞാനിതിങ്ങനെ വരച്ചു. ഫൈൻ. ഓക്കെ, ദെൻ ദിസ് വൺ ആൻഡ് ദെൻ ദിസ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. കുറച്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എഴുതേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ യു വിൽ ഗെറ്റ് ദി ആൻസർ, യു ക്യാൻ നെയിൽ ദിസ് ആൻസർ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, പി ഐയും എക്സ് ഐയും. അതെന്താണെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ എഴുതുകയാണ് മീ. ഓക്കെ, മ്യൂ അല്ലെങ്കിൽ നോട്ട് മ്യൂ. ഓക്കെ, ഓർ ഇ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ഏതൊക്കെയാണ്, എക്സും ഇവിടെ നോക്കിയാൽ എക്സും പി ഐയും. പി ഐ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ എലമെൻസിനെയാണ് നമ്മൾ പി ഐ എന്ന് പറയുന്നത്. പി ഓഫ് 1, P1, P2, P3, P4, P5. അതിൻ്റെ ജനറലായിട്ടാണ് നമ്മൾ പി ഐ എഴുതുന്നത്. x1, x2, x3, x4, x5. അതിനെയാണ് നമ്മൾ എക്സ് ഐ എന്ന് നോർമലായിട്ട് എഴുതുന്നത്. ഓക്കെ, x1, x2 ലൈക്ക് ദാറ്റ് വേ. സോ യു നീഡ് ടു മൾട്ടിപ്ലൈ ആൻഡ് ഗെറ്റ് ഇറ്റ് ഓവർ ഹിയർ. അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് 0 എന്ന് കിട്ടും അല്ലേ, 0 എന്ന് കിട്ടും ഇപ്പോൾ ആസ് ഓഫ് നൗ.
ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കിട്ടും? ഞാൻ ഇതിനകത്ത് കെയിന് ഇപ്പോൾ ഒന്നും വാല്യൂ കൊടുക്കുന്നില്ല കേട്ടോ. കെ എനിക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം, നോ ഇഷ്യൂസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 3K എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 10K. ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 21K. ദിസ് 2 വിൽ ഗെറ്റ് 16K. ഇത് അടുത്ത ചോദിക്കുന്ന എന്താ? ഇതാണ് ചോദിച്ചിട്ടുള്ളത്, മ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മീനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത് എഴുതണമെന്നില്ല, യു ക്യാൻ ഓൾസോ ഗോ ഫോർ മീൻ എന്ന് എഴുതിയിട്ട് നമുക്ക് എഴുതാമെന്നുള്ളതാണ് ഈ ഫോർമുല. ഇത് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വി വിൽ ബി യൂസിങ് ദിസ് തിങ് നമ്മളെ വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇ ഓഫ് എക്സ് എന്ന് തന്നെ എഴുതിയത്. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക? സമ്മേഷൻ ഓഫ് ഓൾ ദീസ്, ഇതിനെല്ലാത്തിനും കൂടെ ആഡ് ചെയ്ത് എനിക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വാട്ട് ആർ വി ഗെറ്റിംഗ് ഹിയർ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. അതിനകത്ത് നമുക്ക് അവിടെ ഒന്ന് ആൻസർ എഴുതാം, നോക്കാം. 16 പ്ലസ് 3 ഈസ് 19 അല്ലേ ഇത് രണ്ടും. പിന്നെ അതിൽ നിന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ 20 ആയി. പിന്നെ ആഡിങ് ദിസ് വൺ 20 അഗെയിൻ, അപ്പോൾ 40 ആയി. 40 + 1 is 50. അപ്പോൾ ഇതിൻ്റെ അഡീഷൻ എന്താ കിട്ടുന്നത് എനിക്കിവിടെ ഞാനിവിടെ എഴുതാം, ദാറ്റ് ഈസ് 50K. അപ്പോൾ ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതുക, 50K. അപ്പോൾ ഇവിടെ എന്താണ്? അപ്പോൾ 50K ആണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരുമിച്ച് കിട്ടുന്നതിന് 50K. സോ വാട്ട് ഈസ് മൈ ആൻസർ ഹിയർ? സോ 50 ഇൻറ്റു നമ്മൾ 1/20. 1/20 isn't it? So what I will be getting? ആ 0 പോയിട്ട് 5/2. So this is my answer for നമ്മളെ മീൻ. അപ്പോൾ മീൻ കിട്ടി. അപ്പോൾ രണ്ടെണ്ണം ആയിട്ടില്ലേ? ഓക്കെ, കെ കണ്ടുപിടിച്ചു, മീൻ കണ്ടുപിടിച്ചു. സോ ദിസ് ഇസ് ഡൺ. ഇനിയിപ്പോൾ എന്താ കണ്ടുപിടിക്കാനുള്ളത്? വി ഗോണ ഗെറ്റ് വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പം ആദ്യമേ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഐ എം ഗോണ റൈറ്റ് ദ ഫോർമുല. എന്താണ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേരിയൻസ് അല്ലേ? വേരിയൻസ് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേരിയൻസ് ഓഫ് റാൻഡം വേരിയബിൾ എക്സ്, യെസ്, വേരിയൻസ്. അല്ലെങ്കിൽ നമ്മൾ VX എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതാറുണ്ട് വേരിയൻസ് കേട്ടോ. ഇതിൻ്റെ എന്താണ് ഫോർമുല നിങ്ങൾക്ക് അറിയണം. ഇഫ് യു ഹാവ് ദ പേപ്പർ വിത്ത് യു, യു നോ ദ ഫോർമുല വിച്ച് ഇസ് EX, ഓക്കെ, EX സ്ക്വയർ മൈനസ് EX ദ ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ ഫോർമുല. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. EX നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ്? ഇതാണ്. ഇതിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്? 5/2 സ്ക്വയർ അല്ലേ? 5/2 സ്ക്വയറിന് നമുക്ക് ഇവിടെ ഇട്ടാൽ മതി. പക്ഷേ ഇതെന്താണ്? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മിക്കവാറുള്ള പ്രോബ്ലത്തിനകത്ത് കുറച്ച് വലിയ പ്രോബ്ലം വരുമ്പോൾ യു നീഡ് ടു ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, കുറച്ച് കൂടുതൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒന്ന് അറിയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് ദിസ് വൺ? ദിസ് ഇസ് നത്തിങ് ബട്ട് EX സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താ എഴുതിയേ? ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. E of X എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സമ്മേഷൻ ഓഫ് PI/XI. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ സമ്മേഷൻ ഓഫ് PI തന്നെയാണ്, പക്ഷേ ഇവിടെ XI സ്ക്വയർ. ഓക്കെ, അതെന്ന് വെച്ചാൽ എക്സിൻ്റെ സ്ക്വയർ എടുക്കണം, എന്നിട്ട് PIൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ സ്ക്വയർ ആക്കാൻ വേണ്ടി ഞാൻ ഒന്നും എഴുതുന്നില്ല, ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ എഴുതാം, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളതിനെ അവിടെ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എഴുതുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ, 0ൻ്റെ സ്ക്വയർ എന്താ? 0 തന്നെയാണ്. 1ൻ്റെ സ്ക്വയർ എന്താ? 1 തന്നെയാണ്. 2ൻ്റെ സ്ക്വയർ എന്താ? 4 ആണ്. 3ൻ്റെ സ്ക്വയർ ഇസ് 9. 4ൻ്റെ സ്ക്വയർ എന്താ? 16. റൈറ്റ്? അപ്പോൾ അതാണ് നമുക്ക് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? താഴത്തിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം വിത്ത് P of X സ്ക്വയറിൻ്റെ. ഓക്കെ, എക്സിൻ്റെ സ്ക്വയറിൻ്റെ P. ഇത്രയും ഫസ്റ്റായിട്ട് ഉള്ള ഒരു പ്രോബ്ലം വേണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ ഇതിൻറ്റു ഇത് എന്ത് കിട്ടും? ഓക്കെ, ഐ എം ഗോണ റൈറ്റ് ഹിയർ. ഇപ്പം നമുക്ക് ഇവിടെ എന്താ കിട്ടേണ്ടത്? നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ EX സ്ക്വയർ അതാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. റൈറ്റ്, ഓക്കെ, ഓവർ ഹിയർ 0 to K is 0 again. 1 to 3K is 3K. 4 to 10K അല്ലേ? ഇറ്റ്സ് നോട്ട് 10K. ഇതുമായിട്ട് കേട്ടോ, ഇതുമായിട്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ദ കോളംസ് ഐ ഹാഡ് നൗ. ഓക്കെ, ദിസ് വൺ ഇസ് 20K. അപ്പോൾ 9 7ഉമായിട്ട് 9 7s are 63K. ദെൻ 16ഉം 4ഉമായിട്ട് എന്താ കിട്ടും? 16 to 4 റൈറ്റ്? ഓക്കെ, 6 ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ചെയ്ത് നോക്കുക. 64 റൈറ്റ്? ഓക്കെ, 24 4 6 64. സോ 64K. അറിഞ്ഞുകൂടെങ്കിൽ ചെയ്യാമെന്നല്ല, ഞാൻ കൂടുതൽ നമ്പേഴ്സ് ഒന്നും തലയിൽ വെക്കാറില്ല, ഞാൻ കാൽക്കുലേഷൻസ് ഒന്നും ഞാൻ ഇങ്ങനെ കാണാതെ പഠിച്ചൊന്നും വെക്കാറില്ല. ഐ ജസ്റ്റ് ഗോ വിത്ത്
എന്താണ് ചിലപ്പോൾ നമുക്കൊരു മൾട്ടിപ്ലൈ ചെയ്യേണ്ട ചിലപ്പോൾ ഒരു 2 സെക്കൻഡ് ആയിരുത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ ആൻസർ ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വയ്ക്കും. എന്തിനാ ചുമ്മാ റോങ് ആവുന്നത്? ജസ്റ്റ് ടേക്ക് എ മിനിറ്റ്, മൾട്ടിപ്ലൈ ഇറ്റ് ആൻഡ് സീ. ഇതിൻ്റെ പ്രോബ്ലത്തിനകത്ത് യു നീഡ് ടു വർക്ക് ഇറ്റ് ഓൺ ദ കാൽക്കുലേഷൻ വെരി വെരി നൈസ്ലി. അതർവൈസ് എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ദ ഹോൾ ആൻസർ ഇസ് റോങ്. എന്നിട്ട് പിന്നെ ഒന്നും മാർക്ക് കിട്ടില്ല. കിട്ടും കുറച്ച് സ്റ്റെപ്സിനൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം. ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ, ഹൗ ടു പാസ് നിങ്ങളെ 2020 എക്സാം. ഓക്കെ, ദാറ്റ് ഐ എം ഗോണ മേക്ക് ഇറ്റ് 2 ദിവസം കൊണ്ട് നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് എക്സാക്ട്ലി പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 64K. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഇതൊക്കെ കിട്ടിയില്ലേ? ഇനി നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കണം. ആഡ് ചെയ്ത് എനിക്ക് ഇവിടെ ഞാൻ എഴുതാം, ആഡ് ചെയ്ത് കേട്ടോ. ഇവിടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ ഇത് നിങ്ങളൊരു ടേബിൾ എഴുതുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. ലെറ്റ് സീ ലൈക്ക് 64, then you have 63, then 20 and 3, 23. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 7, 0, 1, 6, 12, 13, 14, 15. സോ 150. അപ്പോൾ 150 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 150K ഈസ് വാട്ട് ഐ എം ഗെറ്റിംഗ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോർമുല ഇനി എടുത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേരിയൻസ് എന്ത് കിട്ടും നോക്കിയേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 150K എന്ന് വെച്ച് കഴിഞ്ഞാൽ 150/20. യാ, 150/20. അപ്പോൾ ഓക്കെ എഴുതാം എന്നാൽ പിന്നെ 150/20. അതിനടുത്ത സ്റ്റെപ്പിൽ ക്യാൻസൽ ചെയ്യാം. ബൈ നമ്മൾ ഈ എക്സ് എന്താണ്? ഇതാണ്. എന്താ ആൻസർ? 5/2. സോ 5/2 ദ ഹോൾ സ്ക്വയർ. ഇതിനെ വേണം നമ്മൾ സോൾവ് ചെയ്യുക, ആൻസർ എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ. എന്താ ഇവിടെ കിട്ടുക? ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. യു വിൽ ഗെറ്റ് ഹിയർ ഇസ് 15/2 മൈനസ് യു ഹാവ് ഹിയർ 25 സ്ക്വയർ അല്ലേ /4. ഇനി അടുത്ത ഇതിൻ്റെ കോമൺ LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? LCM ഇസ് 4 വരും. എന്നിട്ട് ഇവിടെ 2 into 15 is 30 minus 25 and you're gonna get here 5/4 എന്ന് നമുക്ക് കിട്ടും. യുവർ ഫൈനൽ ആൻസർ ഡിയർ. ആൻഡ് നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇതേപോലത്തെ പ്രോബ്ലത്തിനകത്ത് എപ്പോഴെങ്കിലും വേരിയൻസ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് എ നെഗറ്റീവ് that means your answer is wrong. Okay, your answer is wrong. So make sure that you always get a positive value. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ LCM ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ യു നീഡ് ടു ഗെറ്റ് എ പോസിറ്റീവ് നമ്പർ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന നമ്പർ വലുതായിരിക്കണം എപ്പോഴും ചെയ്തു വരുമ്പോൾ. ഫൈൻ. ആൻഡ് ഇഫ് നോട്ട് there is something wrong there. And this is the answer for the B part. അപ്പോൾ അതായിരുന്നു നമ്മൾ 2019 മാർച്ചിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ദെൻ 2018 മാർച്ചിന് എന്താ ചോദിച്ചതെന്ന്. ദീസ് ആർ ദ തിങ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക, ഒന്ന് നോക്കുക, പൗസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ദെൻ ഗെറ്റിംഗ് ദി ആൻസർ, ആഫ്റ്റർ ഗെറ്റിംഗ് ദി ആൻസർ ദെൻ യു ക്യാൻ ചെക്ക് ഇറ്റ്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ലൈക്ക് യു ക്യാൻ ഗെറ്റ് ഇറ്റ് നൗ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇഫ് any problem we will check it. Okay, so I will just start to do it. Then once you have done it, please do check it this one. Okay, on to the first question then. About on to the first question. And the A part is very easy. The probability distribution of random variable. Either a random variable, the probability distribution. And the probability distribution P of x. Probability distribution is given by P of x. Yes. What is summation of P of x? എന്താണ് ഇവിടെ തന്നെ നമുക്ക് എഴുതാം. That is equal to 1. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ? Answer is always 1. Okay, that is the formula. Just keep a note of it. Summation of all the probability distribution function is 1. Add ചെയ്യുമ്പോൾ sum ചെയ്ത് കിട്ടുമ്പോൾ 1 ആണ്. Don't forget it. So that is the first part. A part ഒരു മാർക്കിൻ്റെ വളരെ ഈസി ആയിട്ട് കിട്ടും. അടുത്ത ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ ഒരു മാർക്കായി. ഫസ്റ്റ് വൺ, ഫൈൻഡ് K നോക്കാം നമുക്ക്. K എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് ഫോർമുല അവിടെ അറിയാം. എന്താ അറിയാമെന്നുള്ള summation of P of x is equal to what? 1 ആണെന്നറിയാം. അപ്പം നമുക്കിതിൻ്റെ ഫുൾ സമ്മേഷൻ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഡോണ്ട് ഗെറ്റ് ഓവർ ജമ്പ് ചെയ്യലും, പതുക്കെ ആലോചിച്ച് നോക്കി എഴുതുക. മേ ടേക്ക് സം ടൈം, പക്ഷേ ഇതിനകത്ത് റോങ് ആയിക്കഴിഞ്ഞാൽ ഫുൾ റോങ് ആവും. സോ ജസ്റ്റ് കൗണ്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഗെറ്റ് മീ ദി ആൻസർ ഡിയർ. ഐ വിൽ ഓൾസോ ഡു ഫ്രം മൈ സൈഡ്. ഓക്കെ, നമുക്ക് ഞാനിവിടെ ചെയ്യാം. ഇതിനർത്ഥം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണമെന്നാണ്. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് എഴുതാം. K plus 2K plus 3K plus 4K plus 5K plus 7K. ഓക്കെ, നമുക്കിങ്ങനെ നോക്കി എഴുതി പോകുമ്പോൾ ഇവിടെ ഒരു ടേം ഇല്ല 6K. ചിലപ്പോൾ പെട്ടെന്ന് ഓവർ റൺ ചെയ്തിട്ട് നിങ്ങൾ 6K ഒക്കെ എഴുതി പോവും. റോങ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന്. 8K plus 9K plus 10K then plus 11K
ദെൻ പ്ലസ് 12K. അപ്പോൾ ഇത്രയും നമ്പർ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ എന്താണെന്ന് അറിയാം, ഞാൻ ഇതേപോലത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ K കണ്ടുപിടിക്കുന്നത്. ഞാനൊക്കെ ഇതേപോലെ ഒരു പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് ഇതുമായിട്ടൊക്കെ അങ്ങ് കൂട്ടി അങ്ങനെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20 കിട്ടിയോ? ഓക്കെ, ഗോട്ട് 20. പിന്നെ എന്താണ്, പിന്നെ ഇതും ഓക്കെ, ഇതും 12ഉം 8ഉം ആയിട്ട് അതും നമുക്ക് 20 കിട്ടി. വേണമെങ്കിൽ വേറെ 2 നമ്പറും കൂടെ നോക്കാം. ഓക്കെ, സോ ദാറ്റ് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പം അപ്പോൾ ഇത് രണ്ടും 20 കിട്ടിയല്ലോ, ഇതും കൂടെ 20 കിട്ടി, ഇതും കൂടെ കൂട്ടുമ്പോൾ 25 കിട്ടി. 25 പ്ലസ് 3 ചെയ്തപ്പോൾ 25 പ്ലസ് 3 28, ദെൻ 30. അപ്പോൾ ഇത്രയും 30 കിട്ടിയില്ലേ? 30K അല്ലേ? ഞാൻ ഇങ്ങനെ ചെയ്യാറ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ. പിന്നെ K ഉണ്ട്, ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5K കിട്ടും. ദെൻ യു ഹാവ് 7, റൈറ്റ്? 7 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. 12 പ്ലസ് 10 is 22. അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, വേറെ എല്ലാം കഴിഞ്ഞില്ലേ? സോ 22 is equal to 1. അപ്പോൾ which implies what do you need to find here? K അല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദിസ് ഇസ് K. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ചെയ്യുമ്പോൾ 50, then 72. So 72K is equal to 1, which implies K is equal to 1/72. അപ്പോൾ നമുക്ക് ഫസ്റ്റ് A പാർട്ട് കിട്ടിയല്ലോ. ഏതാണ് നമ്മളെ ഫസ്റ്റ്? K is equal to ൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/72 അതായി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാം. നമുക്ക് ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്യണം കേട്ടോ, പെട്ടെന്ന്. അടുത്ത ഇനി സെക്കൻഡ് പാർട്ട്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊന്ന് മനസ്സിലാക്കുക. P അതിനകത്ത് എക്സിൻ്റെ വാല്യൂ ഏതൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വലുതായിരിക്കണം. ഏതിനേയും കാട്ടി? 3നേയും കാട്ടി. അങ്ങനെ 3നേയും കാട്ടി വലുതാണെങ്കിൽ ഏതൊക്കെയുണ്ട്? 4 and 5 അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ വിച്ച് ഇംപ്ലൈസ് നമ്മൾ ഇവിടെ ഏതൊക്കെ എടുക്കും? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതാൻ വേണമെങ്കിൽ which I'm gonna add this which is 4 plus നമ്മളെ P of x is equal to 5. അത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നത്, വേറെ ഒന്നും എടുക്കില്ല. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11K പ്ലസ് യു ഹാവ് 12K. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 3 and 2 22K. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു അവിടെ Kൻ്റെ വാല്യൂ ഉണ്ട്. സോ 23/72. സോ ദാറ്റ് ഈസ് മൈ സെക്കൻഡ് ആൻസർ. എനിക്ക് അപ്പോൾ ഇത് കിട്ടി. അടുത്ത ഇനി തേർഡ് വൺ. വളരെ ഈസി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിറ്റി ഈസി മാൻ. ഇത് കഴിഞ്ഞു, അത് നമുക്ക് കഴിഞ്ഞു. ഇനി ഇതാത്ത തേർഡ് വണ്ണിൽ എന്തൊക്കെയാണുള്ളത് നോക്കിയേ. P which is 3 less than x less than 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -3നേയും കാട്ടി മേളിലുമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ -2 എന്നിട്ട് 4നേയും കാട്ടി താഴെ ആയിരിക്കണം. അപ്പോൾ ഇത് ഞാൻ ക്രോസ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും എടുത്തിട്ട് നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് നമ്മൾ -3x this one. ഓക്കെ, -3 ലെസ് ദാൻ x ലെസ് ദാൻ -4. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെയാണ് ആഡ് ചെയ്ത് കിട്ടേണ്ടത്? ഇപ്പം നമുക്ക് ഇവിടെ എഴുതാം. ഏതൊക്കെയാ? P of x equal to -2 plus P of x equal to -1, then plus P of x equal to 0. അതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? അടുത്ത P of x is equal to 1 ആഡ് ചെയ്യണം. then you need to add it with Px is equal to 2 plus Px is equal to 3. 4 എടുക്കണോ? വേണ്ട, because it is less than 4 ആണ്. അപ്പോൾ അത് ആവശ്യമില്ല, റൈറ്റ്? ഓക്കെ, നമുക്ക് ഇതൊന്ന് എടുത്ത് ചെയ്ത് നോക്കിയേക്കാം നമുക്ക് എന്താ കിട്ടുകയെന്ന്. ഓക്കെ, ഇതിൻ്റെയൊക്കെ വാല്യൂസ് എന്താ? അപ്പോൾ P അല്ലേ? അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ 4K പ്ലസ് 5K പ്ലസ് 7K പ്ലസ് 8K പ്ലസ് 9K പ്ലസ് 10K, റൈറ്റ്? ഇവിടെ 6 ഇല്ല കേട്ടോ. ഡോണ്ട് ബ്ലൈൻഡ്ലി റൈറ്റ്, വെറുതെ കണ്ണുടച്ച് എഴുതല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 9 ദിസ് വൺ. ഓക്കെ, 19 കിട്ടി. 19 പ്ലസ് another 9. Okay, 19 plus another 9 is 28. 28 plus 7 is 35. 35 plus 8 is 43. അപ്പോൾ 43K. So what is the answer? 43/K ൻ്റെ ആൻസർ എന്താ? 1/72. So what's my answer dear? 43/2. So അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കഴിഞ്ഞു.
വളരെ ഈസി അല്ലേ? ക്വിക്ക്ലി. ഓക്കെ, ജസ്റ്റ് ഓൺ ടു ദ ലാസ്റ്റ് വൺ ദെൻ. നമ്മളെ തേർഡ് വൺ. ഓക്കെ, അല്ല നോട്ട് തേർഡ് വൺ, ഓൺ ദ ഫോർത്ത് വൺ, ബിക്കോസ് 1 2 3 4. യെസ്, ഫോർത്ത് വൺ. വാട്ട് ഈസ് ഇറ്റ്? px ലെസ് ദാൻ -3. അപ്പം -3 കാട്ടി അങ്ങോട്ട് ലെസ് ദാൻ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിസ് വൺ ആൻഡ് ദിസ് വൺ, ഇത് രണ്ടും കേട്ടോ. -3 കാട്ടി ചെറുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നീഡ് ടു ടേക്ക് p ഓഫ് -5, x is equal to -5, ഓക്കെ, പ്ലസ് p of x is equal to -4. അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതെന്താ ഇവിടെ, k പ്ലസ് 2k, ദാറ്റ്സ് ഈക്വൽ ടു 3k. അപ്പോൾ 3/72 അത്ര മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് എ ആൻസർ. ഇതാണ് നിങ്ങൾക്ക് ഒരു വർഷം ചെയ്യാൻ ചോദിച്ച ക്വസ്റ്റ്യൻ 2018. യു വിൽ ഗെറ്റ് 4 to 5 മാർക്സ് മാൻ, വെരി ഈസിലി. പെട്ടെന്ന് കിട്ടിയല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 2018 കഴിഞ്ഞു. അപ്പോൾ 2017 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ലൈക്ക് ഹിയർ ആർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. 2 പാർട്ട് ഉണ്ട്. സോ യു ജസ്റ്റ് നീഡ് ടു ബി വെരി കെയർഫുൾ വിത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈഡ് ഏത് പോകണമെന്നുള്ളത്, ഏത് അറിയാമെന്നുള്ളത് വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക ഏത് ചെയ്യണം എന്നുള്ളത്. അത് ഡിസൈഡ് ചെയ്യുന്ന ശേഷം ദെൻ യു ക്യാൻ ഗോ ഫോർ. പക്ഷേ നമുക്ക് എന്തായാലും 2 എണ്ണം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പൗസ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ജസ്റ്റ് സ്റ്റാർട്ട് ടു ഡു ഇറ്റ് ആൻഡ് ദെൻ ചെക്ക് ദി ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് യു ക്യാൻ സീ ലൈക്ക് ആൻസർ കറക്റ്റ് ആണോ ഇല്ലെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് സീ വെയർ യു ഹാവ് വെൻ റോങ്, ഇവിടെ റോങ് ആയിട്ടാണ് നോക്കാം കേട്ടോ. ഓക്കെ, ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദെൻ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട്. ഇഫ് എ ആൻഡ് ബി ആർ 2 events such that a, c, b and p of a is not equal to 0, then p of a by b is, these are the options. p of a by b എന്ന് വെച്ച് കഴിഞ്ഞാൽ b താഴെ വരണം. അപ്പോൾ these two, where this is the answer here. Okay, and p of a, it cannot be 1, so that's why p of a by b ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, വളരെ ക്വിക്ക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ജസ്റ്റ് ടേക്ക് എ നോട്ട് ഓഫ് ദിസ് വൺ. ഫൈൻ, on to the next one then. On to the b part. There are 2 identical bags. Bag 1 contains 3 red and black balls, while bag 2 contains 5 red and 4 black balls. One ball is drawn randomly from one of the bag. Then find the probability that the bag drawn is red. If the ball drawn is red, then what is the probability that it is drawn from the bag 1? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. 2 ബാഗ് ഉണ്ട്. നമുക്ക് 1 by 1 നമുക്കൊന്ന് നോക്കി നോക്കാം. 2 ബാഗ് ഉണ്ട്. സോ ബാഗ് 1 ആൻഡ് ബാഗ് 2, റൈറ്റ്? ഇത് 2 ഉണ്ട്. ഇനി പറയുന്നത് എന്താ? ഫസ്റ്റ് ബാഗ് കണ്ടെയ്ൻ 3 red and 4 black. The other bag, second bag, contain 5 red and 4 black. Okay, now the ball is drawn random. എന്ന് വെച്ചാൽ ഇത് രണ്ടിൽ നിന്ന് ഏത് വേണോ എനിക്ക് പിക്ക് ചെയ്യാം. അങ്ങനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ് ബോൾ ആവേണ്ട പ്രോബബിലിറ്റി എന്തെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് യു വിൽ ഗെറ്റ് എ റെഡ് വെൻ യു ഡ്രോ റാൻഡംലി. ഞാനിപ്പോൾ റാൻഡമായിട്ട് ഞാനിപ്പോൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ റെഡ്. അങ്ങനെ കിട്ടേണ്ട പ്രോബബിലിറ്റി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ് ഇപ്പം ഞാൻ എഴുതുകയാണ് E1 be the let E1 be the event of choosing bag 1. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇങ്ങനെ വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ കേട്ടോ. അപ്പോൾ എനിക്ക് E1 ഓക്കെ, E1 event 1 ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസിങ് മൈ ഫസ്റ്റ് ബാഗ്. എനിക്ക് ഇത് രണ്ടിൽ ഏത് വേണോ ആവാം. പക്ഷേ ചൂസിങ് ദ ഫസ്റ്റ് ബാഗ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് റെഡ് വരുന്നതെന്നുണ്ടെങ്കിൽ E1 ആണ് ആ ഇവൻ്റ് എന്ന് ഞാൻ പറയുന്നു. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. E2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ദ ഇവൻ്റ് ഓഫ് ചൂസിങ് ബാഗ് 2. ഓക്കെ, ബാഗ് 2. അടുത്ത ഞാൻ ഒന്നും കൂടെ ഒരു വേരിയബിളും കൂടെ യൂസ് ചെയ്യും. എന്താ അറിയോ? എ ബി ദ ഇവൻ്റ് ഓഫ്, ഓക്കെ, ഇവൻ്റ് ഓഫ് നമുക്കിവിടെ എന്താണ് ഡ്രോയിങ് അല്ലേ, ഡ്രോയിങ് ദ റെഡ് ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബോൾ എടുക്കുന്ന ഇവൻ്റാണ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റെഡിനെ കുറിച്ചല്ലേ നമുക്ക് ഇമ്പോർട്ടൻസ് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് നടക്കണം. പക്ഷെ അത് ഏതിൽ നടക്കണം? E1 നടക്കാം, അല്ലെങ്കിൽ E1 എന്നുള്ള ഇവൻ്റ് നടക്കാം, അല്ലെങ്കിൽ E2 എന്നുള്ള ഇവൻ്റ് നടക്കാം. പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു ബോൾ എന്ന് പറയുന്നത് ഏതാണ്? റെഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കും വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ്
ഐ ഷുഡ് നീഡ് ടു ഗെറ്റ് എ റെഡ് കിട്ടണം, പക്ഷേ ആഫ്റ്റർ സെലക്ടിങ് വാട്ട് മൈ ഫസ്റ്റ് ബാക്ക്. അങ്ങനെയല്ലേ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ്, അപ്പം നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? ഓൾറെഡി ഏത് ചൂസ് ചെയ്ത് വെച്ചിരിക്കണം? E1. ഞാൻ പഠിച്ചു തന്നിട്ടുണ്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതിനകത്ത് ഇതൊക്കെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പം നമുക്ക് പി, ഇറ്റ്സ് നോട്ട് ആർ, സോറി, ഇറ്റ് ഈസ് എ ഹിയർ. ഞാൻ റെഡിന് ഞാൻ ആ എക്സാമ്പിളൊക്കെ ഞാൻ ആറാണ് കൊടുത്തത്, ഇതിന് ഞാൻ എ എന്ന് കൊടുത്തു, അത്ര മാത്രം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ എ ഇവൻറ്റ് നടക്കണം. എ ഇവൻറ്റ് എന്താ? ഈസ് ടു ടേക്ക് എ റെഡ് ബോൾ. അപ്പോൾ റെഡ് ബോൾ എടുക്കണം, പക്ഷേ ഇറ്റ് ഈസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്കിവിടെ നോക്കാൻ പറ്റും. ഫസ്റ്റ് ബാഗിൽ നിന്ന് ഏതാണ്? 3 balls ഉണ്ട്. ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ, സോ ഫേവറബിൾ ബൈ ടോട്ടൽ ഔട്ട്കംസ്. ടോട്ടൽ ഔട്ട്കം എന്താ? 7. അപ്പോൾ 3/7. യെസ്, ഡൺ. നൗ ഇഫ് ഐ സ്പീക്ക് അബൌട്ട് എ ബോൾ, ദ സെയിം ബോൾ, റെഡ് ബോൾ ടേക്കൺ ഫ്രം ദ സെക്കൻഡ് ബാഗ് ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് ഞാൻ ഒരു റെഡ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യാല്ല? 5 ബിക്കോസ് ആ 5 റെഡ് ബോൾസ് ഉണ്ട്. ഔട്ട് ഓഫ് ഹൗ മെനി ടോട്ടൽ ബോൾസ്? 9. യെസ്, സോ ദീസ് 2 ആർ ഡൺ, റൈറ്റ്. പക്ഷേ നമ്മളിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ ഇസ് എ റെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ബാഗ്, ഇതിപ്പോൾ സെക്കൻഡ് ബാഗ്. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി അപ്പം നമുക്ക് വേണമെങ്കിൽ എഴുതാം. സോ ദെയർ ഫോർ probability that the ball drawn is red is equal to, ഇവിടെ കേട്ടോ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോണത്? നമുക്കിവിടെ ഫസ്റ്റ് ബാഗിൽ കിട്ടുന്ന പ്രോബിലിറ്റി ഇതല്ലേ, പക്ഷെ അതും ഹാഫ് അല്ലേ, 50-50. ബിക്കോസ് ഇത് 2 ബാഗിൽ നിന്ന് എനിക്ക് ഏത് വേണോ എനിക്ക് ചൂസ് ചെയ്തൂടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എഴുതിയതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞുതരാം എന്താ സ്റ്റെപ്പ് എന്നുള്ളത് കേട്ടോ. ഇൻ ടു എന്താ 50-50 ചാൻസ് എന്ന് വെച്ചാൽ 1/2, റൈറ്റ് ചെയ്യാം. യെസ്, ദെൻ പ്ലസ്, അപ്പോൾ ആ ഒരു ഓപ്ഷനും എൻ്റെ ഉണ്ട്. ഫസ്റ്റ് ബാഗിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് പ്രോബിലിറ്റി വിത്ത് 50-50% ചാൻസ്. ഇതും അതേപോലെ തന്നെ, ദിസ് ഈസ് ദ പ്രോബിലിറ്റി ബട്ട് ദർ ഈസ് ഓൾസോ 50-50 ചാൻസ്. അപ്പോൾ ഒന്ന് നോക്കി, നിങ്ങൾ ക്ലിയർലി ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് യു ആർ ഗെറ്റിംഗ് ഹിയർ, ഈ ഫോർമുല എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഈ ഫോർമുല ഇതെന്താ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ പി, ഓക്കെ താഴെ എഴുതാം ഞാൻ. ഇതെന്ന് വെച്ചാൽ എന്താ? പി എ വെൻ ഫസ്റ്റ് വേണ്ടി പിക്ക് ചെയ്തത് ഇൻറ്റു വാട്ട്? ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ടേക്കിംഗ് ദ ബാഗ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ എഴുതണം. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ഇവൻറ്റ് 1 ഒക്കർ ചെയ്യേണ്ടതും പ്രോബിലിറ്റി ഓഫ് ഇവൻറ്റ് 2 ഒക്കർ ചെയ്യണത് 2 ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 1/2. ഓക്കെ, അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പേ ഈ ഒരു സ്റ്റെപ്പ് എഴുതണം എന്നർത്ഥം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ല, നിങ്ങൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ കാര്യം എന്താ? ബിക്കോസ് 2 ഇവൻറ്റിൽ ഏത് വേണോ 50-50 ചാൻസ് ഉണ്ട്. എനിക്ക് ഈ ബാഗും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബാഗും ചൂസ് ചെയ്യാം. അതാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അപ്പം ഹാഫ് എന്ന് വെച്ചാൽ എന്താ? പി ഓഫ് E1 അല്ലേ, ഹാഫ്. പ്ലസ് ഇവിടെ എന്താ ചെയ്യിക്കുന്നത്? 5/9. വാട്ട് ഈസ് 5/9? 5/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിലെത്തത് പ്രോബിലിറ്റി ഓഫ് എ വെൻ യു പിക്ക് ദ സെക്കൻഡ് ബാഗ് ഇൻ ടു വാട്ട്? ഹാഫ് അഗെയിൻ, വിച്ച് ഈസ് PE2. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോർമുല വരുന്നത്. പക്ഷേ ഞാൻ ഇത് ആദ്യമേ എഴുതി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് വരുന്നത്, ജസ്റ്റ് ലോജിക്കലി ഇതൊന്ന് തിങ്ക് ചെയ്യാൻ. ദിസ് ഇസ് യുവർ ഫോർമുല. അപ്പോൾ ഇത് എഴുതിയിട്ട് ഇത് എഴുതുക. ഫൈൻ. സോ ദാറ്റ് ഈസ് വാട്ട് മൈ ആൻസർ ഇസ്. ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? അതാണ് എൻ്റെ ആൻസർ. ഇതിൽ നിന്ന് എന്താ കിട്ടുക? ഇപ്പം എനിക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ 3/14 ഇൻ പ്ലസ് what you have there 5/18. അപ്പോൾ you can go for finding that probability, that answer, and you can just write it over here and that will be the one. So ഇവിടെ നമുക്ക് വേണമെങ്കിൽ LCM കാര്യങ്ങൾ എടുക്കാമെന്നുള്ളതാണ്. Maybe 14 and 18, that will be 2 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ which is 7, then again 9, then you cannot do much. സോ അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് 2 63 into 2 എന്ന് പറയുമ്പോൾ 6, then this is 12, so 126. അപ്പോൾ ഇതെന്താ കിട്ടും? ഇത് നമുക്ക് ഓക്കെ ഞാൻ ഹോൾ ബാർ എഴുതാം 126. അപ്പോൾ ഈ 14 നോക്കിയാൽ ഇവിടെ 2 into 7 is 14. അപ്പോൾ ബാക്കി എത്രയാണ്? 9 ആണുള്ളത്. അപ്പോൾ 9 into 3 is 27 പ്ലസ് യു നീഡ് ടു നോ ദറ്റ്, നിങ്ങൾ തന്നെ ചെയ്തോളൂ കേട്ടോ. പിന്നെ 18, 9 into 2 is 18, so ബാക്കി വരുന്ന എത്ര? 7. So that's 7 into 3, 5 is 35. So when you add these two, you're gonna get എന്താണ്? ഓക്കെ ഞാനിവിടെ ചെയ്യാം 27/35, then 7, 13, 12, 1,
5, 6. So 62. So 62 by 126 is the answer for the first question. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഇത്ര മാത്രം ആലോചിക്കുക. ദറ്റ് ഇസ് ദ ചാൻസസ് 50-50. ദീസ് ആർ ദ സ്റ്റെപ്സ്. അപ്പോൾ ഇത് നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ദ റെഡ് ബോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയ സാധനമാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുള്ളൂ. ഫോർമുല എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് എഴുതിയത്, പിന്നെ ഫോർമുല എഴുതിയത്. Then solving that one, you will get the answer. Okay, in your second part ഉണ്ട് കേട്ടോ. We will do that now. So on to the second question. അപ്പോൾ ഞാനിതൊന്ന് സെപ്പറേറ്റഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനൊന്ന് ഒന്നുകൂടി എഴുതിയത്. ഇഫ് ദ ബോൾ ഡ്രോൺ ഇസ് റെഡ്, അഥവാ ഞാൻ ഈ ഇതിൽ നിന്ന് തന്നെ ഞാൻ റെഡ് ബോളാണ് ഞാൻ എടുത്തിരുന്നെങ്കിൽ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് പാക്ക്. അപ്പോൾ ഞാൻ റെഡ് തന്നെയാണ്, ഞാൻ ഒരു ബോൾ എടുത്തു. ഓക്കെ, ഐ ഹാവ് എ ബോൾ ഹിയർ വിച്ച് ഇസ് റെഡ്. ദിസ് ഇസ് ഗ്രീൻ ബട്ട് ഓക്കെ റെഡ്. ഓക്കെ, റെഡ് ആണെന്ന് വിചാരിച്ചോളൂ. ഈ എടുത്ത ബോള് അതിൻ്റെ സോഴ്സ് വന്നിട്ട് ഫസ്റ്റ് ബാഗിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതിൻ്റെ പ്രോബിലിറ്റി എത്രയെന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഫൈൻഡിങ് ദ സോഴ്സ്. അപ്പോൾ ഏത് തിയറം? ബേസ് തിയറം. അപ്പോൾ എന്താ അവിടെ ചോദിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഫസ്റ്റ് ബാഗ് വെൻ ഓൾറെഡി യു പിക്ഡ് വാട്ട്. അപ്പോൾ നിങ്ങൾ എന്നല്ല എടുത്തല്ലേ, ഞാൻ 6. ഞാൻ മിക്കവാറും എക്സാമ്പിൾ ഞാൻ വന്നിട്ട് 6 എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ എന്നിട്ടിട്ട്, അപ്പോൾ ഞാൻ അടുത്തുള്ള റെഡ് ആണെങ്കിൽ ഞാൻ 6 തന്നെ ഇടാം. ഓക്കെ, അപ്പം എ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് എന്ന് വെച്ചാൽ എന്താ? ചൂസിങ് ദ റെഡ് ബോൾ, യുവർ റെഡ് ബോൾ. അത് ഞാൻ നേരത്തെ സ്റ്റെപ്പിനകത്ത് ആദ്യമേ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പം ഞാനിത് ചൂസ് ചെയ്ത് കഴിഞ്ഞു, അത് ഡൺ. പക്ഷേ പ്രോബിലിറ്റി ഏതിൻ്റെ കാണേണ്ടത്? ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം വാട്ട് ഐ ചോസ് ദ ഫസ്റ്റ് ബാക്ക്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ബേസ് തിയറത്തിന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഫോർമുലയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഫോർമുല എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞു. ആദ്യത്തേനെ നേരെ തിരിച്ചെഴുതുക, വിച്ച് ഈസ് എ by E1, എന്നിട്ട് into you are taking it from the bag, right? That is P of E1, probability of choosing the bag one, by your total എന്ന് വെച്ചാൽ ഇത് തന്നെ വരും, A by E1 into P of E1, ഇത് തന്നെ പ്ലസ് നമ്മൾ അടുത്ത രണ്ടാമത്തെ ബാഗും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഈസ് ദ ടോട്ടൽ പ്രോബിലിറ്റി അല്ലേ, അല്ലെങ്കിൽ ടോട്ടൽ പ്രോബിലിറ്റി എന്നല്ല, ടോട്ടൽ what your total outcomes. Yes, so this is the one. So ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല എപ്പോഴും ഓർത്തിരിക്കണം. ഞാൻ കുറേ നേരം കൊണ്ട് പറയാറുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് സോ ഈസി ടു. ഇതിനെ വാല്യൂസ് ഇട്ടാൽ മാത്രം മതി, നമുക്ക് കിട്ടും. ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർ എൽസ് വി വിൽ ഫൈൻഡ് ഇറ്റ് ഹിയർ ഇറ്റ് സെൽഫ് വെരി ഫാസ്റ്റ്, വെരി ക്വിക്ക്ലി. അപ്പം ഇവൻറ്റ് 1 നടക്കണം, റൈറ്റ്? ഇതിൻ്റെ നമ്മൾ നേരത്തെ P of A of E ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ജസ്റ്റ് റബ്ഡ് ഇറ്റ്, ബട്ട് സ്റ്റിൽ ലൈക്ക് യു ക്യാൻ ഫൈൻഡ് ഇറ്റ്. നമ്മൾ E1 പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് E1 ചൂസ് ചെയ്തിട്ട് അതിനകത്ത് റെഡ് ബോൾ കിട്ടേണ്ട പ്രോബിലിറ്റി യെസ് 3/9. നമ്മൾ A എന്നുള്ള ബോൾ തന്നെ കിട്ടണം. പക്ഷേ ചൂസിങ് വിച്ച് ബാഗ്, E2 ഇസ് വാട്ട് 5/9. ദിസ് ഇസ് 7, സോറി ദിസ് ഇസ് 7, 3/7 ആൻഡ് ദാറ്റ് ഇസ് 5/9. യെസ്, അപ്പോൾ ഇത് രണ്ടും കിട്ടിയില്ലേ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെന്ത് പറ്റും? ദിസ് ഇസ് 3/7 ഇൻറ്റു നമ്മളെ P of E എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂസിങ് ദ 2 bags ഇസ് 1/2 ബൈ ഇവിടെ നമുക്ക് സെയിം തിങ് ആണ് 3/7 ഇൻറ്റു 1/2. യെസ്, പ്ലസ് ഇത് വന്നിട്ട് നമ്മൾ അടുത്ത 5/9 ഇൻറ്റു 1/2 ഹാഫ്. സോ ജസ്റ്റ് റെഡ്യൂസ് ഇറ്റ്. അപ്പോൾ ചെയ്ത് നോക്കുക പെട്ടെന്ന്. അപ്പോൾ ദിസ് ഇസ് ഗോണ ബി 3/14 ബൈ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3/14 പ്ലസ് 5/18. യാ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? നമുക്ക് ഓൾറെഡി ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഓൾറെഡി സോൾവ്ഡ് ദിസ് വൺ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞില്ലേ ഈ ഒരു നമ്പറിന്. അപ്പോൾ നമുക്ക് അതെടുത്ത് യൂസ് ചെയ്തൂടെ, വിച്ച് ഈസ് 3/14 ബൈ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് വി ഗോട്ട് ഐ തിങ്ക് 62 by 126. I think so. Let's see. Okay, if it is anything wrong then I will change it. Okay, 3/14 into ഇതിന് നേരെ 126 by 62. നേരത്തെ 279 എന്ന് വന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗോണ ബി 9. ഓക്കെ, കട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, by 2. ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. 7 കട്ട് ചെയ്തു. പിന്നെ വന്നിട്ട് നൗ ദിസ് വൺ ഇസ് ഗോണ ബി ലൈക്ക് ഇതെന്ന് നമ്മൾ 2 കട്ട് ചെയ്തു കേട്ടോ. ആദ്യം 2 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് 2 കട്ട് ചെയ്ത 6. ദെൻ ദിസ് വൺ ഇസ് 63. യെസ്, 9ഉം 63ഉം 9 ടൈംസ്. സോ ദാറ്റ് ഇസ് 9. ദെൻ ദീസ് 2
ഇത് 3ൽ ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് 6 and 2. 6 + 2 എത്രയാണ്? 8. 8 comes in 3 stable? ഇല്ല, അപ്പം അത് പോവില്ല. അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ദീസ് 2. This is gonna give me 2 into 9 is, no, 3 into 9 is 27 by ഇതെന്താ 62. That's it. Yeah, that is gonna be the answer for the B part. B part അല്ല, B പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓൺ ടു ദ ഓർ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ടേബിൾ തന്നിട്ടുണ്ട്, പഴയ പോലെ തന്നെയാണ്, വളരെ ഈസി അല്ലേ. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് മീൻ ആൻഡ് വേരിയൻസ്. അങ്ങനെ എൻഡ് വരെ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ എൻഡ് വരെ എന്തായാലും പോയിന്റ് വരും. ഫസ്റ്റ് എന്തായാലും കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഹൗ ടു ഫൈൻഡ് ദിസ് കെ? ഇവിടെ കിടക്കുന്ന കെ കണ്ടോ, അതിനെ വേണം കണ്ടുപിടിക്കാൻ. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? summation of p of x is equal to എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു p of x നെ ഫുൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം we have a formula which is equal to 1. അപ്പോൾ അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ we can find the value of k അല്ലേ? എങ്ങനെയാണ് നോക്കാം. which is equal to 1/16 plus 2/16 plus ഞാൻ പറഞ്ഞു വളരെ കെയർഫുൾ ആയിട്ട് വേണം എഴുതാൻ, പ്ലസ് 5/16 പ്ലസ് ഈ അഡീഷനും ഒക്കെ ഞാൻ ഒരിക്കലും പറയില്ല എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ വേണം ചെയ്യാനെന്ന്. നിങ്ങളെ വഴി നോക്കുക. ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ 16 ഉള്ള എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ എടുത്തിട്ട് 3 plus 5 is 8, 8 plus 1 is 9, 9 plus k is equal to 1, which implies ഞാൻ ഈ kനെ മാത്രം ഇവിടെ വെച്ചിട്ട് 1 മൈനസ് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ 9/16. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? അപ്പോൾ 16 മൈനസ് 9. 16 minus 9 എന്ന് വെച്ചാൽ ഒരു 6 പോയി, പിന്നെ വന്നിട്ട് 3 കൂടെ പോകുമ്പോൾ 7. സോ 7/16 ഇസ് വാട്ട് മൈ ആൻസർ ഡിയർ. 16. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് കെയിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെ കെയിൻ്റെ വാല്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കെ ഇവിടെ എന്നിട്ട് ഞാൻ ഇവിടെ എഴുതാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, 7/16. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞുവെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് ടു ഫൈൻഡ്? നമ്മൾ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കണം അല്ലേ? മീൻ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ മീൻ ഇസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മീനിന് നമുക്ക് വേണമെങ്കിൽ മ്യൂ എന്ന് എഴുതാം, അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ ഗോ ഫോർ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ വാട്ട് ഈസ് ഇ ഓഫ് എക്സ്? അപ്പോൾ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ ഇവിടെ കിട്ടുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇ ഓഫ് എക്സ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആദ്യം മനസ്സിലാക്കുക എന്താണ് സബ്മേഷൻ ഓഫ് പി ഓഫ് ഐ എക്സ് ഓഫ് ഐ. അതാണ് നമ്മളെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ നമ്മളെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മൈ മീൻ ഇ ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ഫോർമുല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ഓഫ് എക്സും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, എഴുതിയതിന് ശേഷം എല്ലാം കൂടെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു ടേബിളും കൂടെ ഇവിടെ ഒന്ന് ഇറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ കിട്ടുന്നതെന്ന് നമുക്ക്. അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, ജസ്റ്റ് ഐ വിൽ ആഡ് വൺ മോർ. ഓക്കെ, നോ ഇഷ്യൂസ്. ഇപ്പം ഞാനിവിടെ എഴുതുകയാണ്, ഇപ്പോൾ ഇ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ഇസ് 0. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി 2/16 എന്ന് കിട്ടി. ദെൻ ദീസ് 2 into 7. 2 into 7 is 14/16. ഞാൻ ഒന്നിനും ക്യാൻസൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ഇതിനകത്തൊക്കെ ക്യാൻസലേഷൻ പിന്നെ ചെയ്താലും മതി, അത് കുറച്ചും കൂടെ ബെനിഫിറ്റഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോയാലും കുഴപ്പമില്ല. എന്നാൽ കുറച്ച് ചിലപ്പോൾ LCM ഒക്കെ എടുക്കേണ്ടി വരും ചിലപ്പം. അപ്പോൾ 3 into 5 15, 4 into 1 4/16. എനിക്കൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഇത് ക്യാൻസൽ ചെയ്യാം, പക്ഷേ വേണ്ട. സോ ദാറ്റ് ഐ ക്യാൻ ആഡ് ഇറ്റ്. നമുക്ക് ആഡ് ചെയ്ത് ഇവിടെ എന്താ കിട്ടുന്നത് നോക്കിയേ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളെ മീൻ, റൈറ്റ്? നോക്കിയേ, മീൻ. അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതാൻ വേണ്ടി പോകണം കേട്ടോ. ഐ എം ഗോണ ആഡ് ഇറ്റ് ഓവർ ഹിയർ. അങ്ങനെ ആഡ് ചെയ്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ഡിനോമിനേറ്റർ 16. ഇപ്പോൾ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യാത്തതെന്ന്. ഓക്കെ, 16 കിട്ടി. ദെൻ 14, right? 14 and this one is 18. 18 plus 2 is 20. 20 plus 15 is 35. അപ്പോൾ 35. അപ്പോൾ 35/16 is my mean value. Yes. So അപ്പോൾ നമുക്ക് 13/16. അപ്പോൾ അത് കഴിഞ്ഞു, റൈറ്റ്? യെസ്. അപ്പോൾ മീൻ കിട്ടി എനിക്ക്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയൻസ് ഞാൻ ഇവിടെ എഴുതാം ഫോർമുല. അപ്പോൾ വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ എഴുതാറുണ്ട്, ഇങ്ങനെ എഴുതാറുണ്ട്, വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. അതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കൊള്ളുക. അതിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ EX² മൈനസ് EX². ഇതാണ് നമ്മളെ ഫോർമുല. EX². ഈ X² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പ്രോബ്ലത്തിലേ പറഞ്ഞു, സ്ക്വയറിങ് വാട്ട്? ഇതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ഗെറ്റ്? ജസ്റ്റ് സി. ഇതിനെ 0നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെയാണ്. 1നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെയാണ്. 2നെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 4 തന്നെയാണ്.
3നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9 തന്നെ, 4നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 16, റൈറ്റ്? അപ്പോൾ ആ ഒരു സാധനത്തിനെ നമുക്ക് ആഡ് ചെയ്യണം വിത്ത് വാട്ട്? വിത്ത് ദീസ് വൺസ്. ദീസ് നമ്പേഴ്സ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് ദീസ്. ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുന്നതാണ് ഇത്, കേട്ടോ. അപ്പോൾ ഞാൻ x സ്ക്വയർ ഇവിടെ ഞാൻ എഴുതാം. അപ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതാം. ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ എഴുതാം. 0 സ്ക്വയർ ചെയ്തതല്ലേ, ദാറ്റ് സ്ക്വയർ ഇൻറ്റു 16, ദിസ് 1/16 ഇസ് 0 ഇറ്റ് സെൽഫ്. ഇതിനെ സ്ക്വയർ ചെയ്തു വിച്ച് ഈസ് 1 അഗെയിൻ ആൻഡ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 2/16 ഇറ്റ് സെൽഫ്. ഇതിനെ സ്ക്വയർ ചെയ്തു 4 ഇൻറ്റു 7/16, ഓക്കെ, ദാറ്റ് ഈസ് 28/16 അല്ലേ, പ്ലസ് 9 ഇൻറ്റു 5 ഇസ് 45. So 45/16, then plus, you got to see this, then 16 and this one. So 16/16 എന്ന് കിട്ടി. ഇനി എല്ലാം കൂടെ എനിക്ക് ആഡ് ചെയ്താൽ പോരെ? ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ക്വയർ കിട്ടൂലേ? സോ what I'm gonna get here, okay, so I'm gonna get 16 out of, നമ്മുടെ ന്യൂമിനേറ്റർ എന്ത് കിട്ടും? 2 and 28 is 30. 30യും 40യും കൂടെ ചെയ്താൽ 70 കിട്ടും. Then 5, 75 plus 10 is 85. 85 plus 5 is 91. അപ്പോൾ ഇത് 91. അപ്പോൾ 91/16 എന്നാണ് നമുക്കിവിടെ നമ്മളെ വേരിയൻസ്, അല്ലെങ്കിൽ നോട്ട് വേരിയൻസ്, ഈ എക്സ് സ്ക്വയർ എന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേരിയൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള അർത്ഥം. വാട്ട് ഈസ് നെക്സ്റ്റ് ടു ഫൈൻഡ് ഇസ് ദിസ് വൺ, ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ, ഓക്കെ. അപ്പോൾ ഈ ഇത് കിട്ടി. അപ്പോൾ ഈ വാല്യൂ വേണമെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം. If I want, I can write it over here, 91/16 എന്ന് മൈനസ്. നൗ വാട്ട് ഈസ് ദിസ്? നമ്മൾ e⁻x നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണ് e⁻x? ഇതാണ് ഇതിൻ്റെ സ്ക്വയർ. ഒന്ന് ആലോചിച്ചേ. അപ്പോൾ 35/16 ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ചെയ്ത് കിട്ടേണ്ടത്. ഇത് കിട്ടുന്ന ആൻസറാണ് നമ്മളെ ഫൈനൽ ആൻസർ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ആൻസർ ഒന്ന് എഴുതാം, നോക്കാം. കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തോ ഫാസ്റ്റായിട്ട്. അപ്പോൾ ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LCM എടുക്കണം. LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 × 16 ആണ്. 16 × 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 256. ഞാൻ ഒന്ന് നോക്കിയാൽ 36, ദിസ് വൺ ഇസ് 9, then 6, then 9, right? Okay, now this one. So 5, this is going to be 5, 1, okay. Now that is 1, right? 1, okay, 256. അറിയാം, എന്നാൽ still you got to multiply it. അപ്പോൾ ഇത് രണ്ടും കൂടെ 6 × 16 is 256. 255 ആണ്, 256. Okay, so that is done. Sorry. So അപ്പം നമുക്കിവിടെ കിട്ടുന്ന LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ 265 ആണ്. 256, ഓക്കെ, 256 അത് കിട്ടി. അപ്പോൾ അതിനുശേഷം പിന്നെ എന്ത് പറ്റും? അപ്പോൾ ഇവിടെ ഇതിൻ്റെ LCM is 256. ഇതിനെ മുകളിലോട്ട് ഇതിൻ്റെ LCM ഇപ്പോൾ 16, ഇതിനെ LCM നിങ്ങൾക്ക് എടുക്കാൻ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദാറ്റ് ഈസ് 16 ഇവിടെ എനിക്ക് കിട്ടും. ദാറ്റ് 16 ഷുഡ് നീഡ് ടു ബി മൾട്ടിപ്ലൈഡ് വിത്ത് 91. നിങ്ങളുടെ രീതി ചെയ്തോളുക, നോ ഇഷ്യൂസ്. That is 16 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. That is gonna be 6 and this one is gonna get me to 54, right? Then this one is 1, this one is 9, 6, 5, and you will get here 1456. So 1456 minus ഇതെന്താ 35 സ്ക്വയർ. സോ 35 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25, then this one is 15, 17, again 15, 1, right? Okay, now 9, 10, 5, 7, 3, 5s are 12, 1, 2, 1. So 1, 2, 2, 5, 1, 2, 2, 5. Now I have been keep on telling you, എന്തായാലും വേരിയൻസ് എന്ന് പറയുന്ന ആൻസർ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. അഥവാ പോസിറ്റീവ് അല്ലെങ്കിൽ the answer is going to be wrong. That is what I have told you several times. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ what I am getting here, 1456 minus 225, right? Okay, ഇത് ചെയ്യുമ്പോൾ 1, ചെയ്യുമ്പോൾ 3, and then this one subtracted will give 2. So 231 by, I don't know what happened with my number today. Okay, so this is the answer. Correct calculation in that, but it is easy. You will get it very correctly, and that should be positive. Okay, that should be positive, and if it is not positive, then it is wrong. About this one, I think it is wrong, right? Move on to the next one then.
അപ്പോൾ 2017 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അപ്പോൾ 2017 വാസ് നോട്ട് ഹാർഡ്, പക്ഷേ കുറച്ച് ലെങ്തിയർ ആയിരുന്നു. ഇറ്റ്സ് ബിക്കോസ് ലൈക്ക് ഓർ ക്വസ്റ്റ്യൻ ദേ വെർ ലക്കി ഇനഫ് അറ്റ് ദാറ്റ് ടൈം എഴുതിയപ്പോൾ ദേ ഹാഡ് മൾട്ടിപ്പിൾ ചോയ്സ് പോലെ ആയിരുന്നല്ലേ, അല്ലെങ്കിൽ നോട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ലൈക്ക് ദിസ് ഓർ ദിസ്. അപ്പം അവർക്ക് ലക്കായിരുന്നു, ലൈക്ക് എനിത്തിങ്, ലൈക്ക് ഏതാണ് അവർക്ക് ഈസി ആയിട്ടുള്ളത് അവർക്ക് അത് ചൂസ് ചെയ്യായിരുന്നു. ഫൈൻ. നൗ മൂവ് ഓൺ ടു ദ 2016 ക്വസ്റ്റ്യൻ ഡിയർ ആൻഡ് ദിസ് ആർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി ആൻസർ ദെൻ. യാ. And so like once you have done it, just go ahead and check whether what I'm writing right now is like you got the same answer dear. Okay, noka first question. On to the first question, A part. If probability of A is equal to 0.3 and probability of B is equal to 0.4 and then find the value of A union B, where A and B are what? Independent events. Independent event എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഒരു ചെയിൻ പറഞ്ഞുതരാം. These are the 4 options. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ you need to find what? നമുക്ക് എഴുതാം. ഇതിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ, ബട്ട് സ്റ്റിൽ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ദാറ്റ് ഈസ് പി ഓഫ് എ നമുക്ക് ചെറിയ ക്ലാസ്സിലേ അറിയാം അല്ലേ, പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇതിനകത്ത് ഈ ഡെസിമൽസ് കാര്യങ്ങൾ മാത്രം കുറച്ച് കാര്യമായിട്ട് നോക്കിയാൽ മതി. ഇപ്പം പി ഓഫ് ഇത് മാത്രമാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. സോ യു നീഡ് ടു ഫൈൻഡ് ദാറ്റ് ഫസ്റ്റ്. സോ വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് പി ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 ഇൻറ്റു 0.4. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വോട്ട് യു വിൽ ഗെറ്റ് 3 and 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 112. ഓക്കെ, എനിക്ക് 2 ഡെസിമൽ ഉണ്ട്. സോ 1 2. അപ്പോൾ അങ്ങനെ വേണം ആലോചിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. ഡോണ്ട് എവർ റൈറ്റ് ഇറ്റ് 1.2, ദാറ്റ് ഇസ് സിംപ്ലി റോങ്. അപ്പോൾ അത് കിട്ടി. പിന്നെ നമുക്ക് പി ഓഫ് എ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 0.3 പ്ലസ് ഇവിടെ എന്താ 0.4, ദെൻ യു നീഡ് ടു സബ്ട്രാക്ട് 0.12. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഡെസിമൽസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ബി കെയർഫുൾ വിത്ത് ദാറ്റ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 7 എന്ന് കിട്ടും പോയിൻറ്റ്. ബിക്കോസ് ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയല്ലേ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. Yeah, like this way, right? Okay, now subtract 0.12. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യും? 0.7 0.12 അങ്ങനെ വേണം നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹിയർ ഇറ്റ് വിൽ ബി 10 10 minus 2 8. ദെൻ ഇവിടെ 6 ആവും. 6 minus 5.58 is gonna be my answer dear. 0.58 is my answer. 0.58. Yeah, so this is what the answer for my very first question. Yeah, A part. നമുക്ക് B part നോക്കാം. അപ്പോൾ on to the B part of the question. അപ്പോൾ a card from the pack of 52 cards is lost. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഒരു കാര്യം പറയാം. നമ്മൾ കാർഡ്സ് 52 കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് 4 ടൈപ്സ് ഓഫ് കാർഡ്സ്, നോട്ട് 4 ടൈപ്സ് ഓഫ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, അറിഞ്ഞുകൂടെങ്കിൽ ആണ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നത് കേട്ടോ. സോ വൺ ലുക്സ് ലൈക്ക് ദിസ്, ദി അതർ വൺ ലൈക്ക് ലുക്സ് ലൈക്ക് ദിസ്. യാ, ദെൻ ദിസ്. ഇതിന് എന്താ ഷെയ്ഡ് ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയും ഷെയ്ഡ് ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഇൻ റെഡ് കളർ. ഓക്കെ, റെഡ് കളർ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ദീസ് 2 ആർ റെഡ്. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ലൈൻ വരയ്ക്കും. ദീസ് 2 ആർ റെഡ് ആൻഡ് ദീസ് വൺസ് ആർ ബ്ലാക്ക്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എ കാർഡ് ഫ്രം ദിസ് പാക്ക് 1 കാർഡ് ഇസ് ലോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് പോയി. അപ്പോൾ ഏത് കാർഡെന്ന് എനിക്കറിഞ്ഞില്ല. ഓക്കെ, ഐ ഡോണ്ട് നോ വിച്ച് കാർഡ് ഇറ്റ് ഇസ്. പക്ഷേ ഇറ്റ് ജസ്റ്റ് ലോസ്റ്റ് ഫ്രം ഹിയർ. ഓക്കെ, യെസ്, സോറി, ബാഡ് ത്രോട്ട്. And then so that's what. And then from the remaining card, അപ്പോൾ ഒരു കാർഡ് പോയി വെളിയിൽ. ഫ്രം ദ റിമൈനിങ് കാർഡ് ബാക്കിയുള്ള, അപ്പം ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് 13, ദിസ് ഇസ് 13, ദിസ് ഇസ് 13 ആൻഡ് ദിസ് ഇസ് 13. ദാറ്റ് ഈസ് ഹൗ യു ആർ ഗെറ്റിംഗ് ഹൗ മച്ച് 52 കാർഡ്സ് കിട്ടുന്നത്. ഓക്കെ, ഈ 52 അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഫ്രം ദിസ് കാർഡ് ഒന്ന് പോയെന്ന് പറഞ്ഞു. ഈ കാർഡ് ഏതെന്ന് നമുക്കറിയില്ല, പക്ഷേ അത് വെളിയിൽ പോയി. അപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എന്താ പറ്റി? ഇവിടെ 51 കാർഡ്സ് ആയില്ലേ. അപ്പം ഓരോന്ന് ആലോചിച്ച് ക്വസ്റ്റ്യൻസ് പിന്നെ സോൾവ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ആലോചിച്ച് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യുക, പെട്ടെന്ന് കിട്ടും. ഫൈൻഡ് ദ റിമൈനിങ് കാർഡ്സ് ഓഫ് ദ പാക്ക്. 2 കാർഡ്സ് അതിൽ നിന്ന് ഞാൻ എടുത്തു. അപ്പം ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ബാക്കി എത്രയാണ് കിടക്കുന്നത്? ബാക്കി 51 കാർഡ്സ് ഉണ്ടല്ലേ. അതിൽ നിന്ന് ഞാൻ എത്ര വെളിയിലെടുത്തു? 2 കാർഡ് ഞാൻ ഡ്രോ ചെയ്തു വെളിയിലോട്ട്. അപ്പോൾ ചോദിക്കുന്നത് എന്താ? വിച്ച് ഈസ് ഫൗണ്ട് ടു ബി വാട്ട്? ഡയമണ്ട്. വിച്ച് ഈസ് ഫൗണ്ട് ടു ബി ഡയമണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഡയമണ്ട് ഓൾ ടുഗദർ എത്ര കാർഡ് ഉണ്ടായിരുന്നു? 13 കാർഡ്സ് ഓൾ ടുഗദർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു കാർഡ് വേണമെങ്കിലും ഡയമണ്ട് ആവാം.
ഇവിടെ വെളിയിൽ പോയത്, ആദ്യം ലോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അത് വേണമെങ്കിൽ ഡയമണ്ടിൽ നിന്നും ആവാം. ഞാനിപ്പം ബാക്കി ലാസ്റ്റ് പാർട്ട് വായിച്ചിട്ടില്ല, അതിന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഈ 13 കാർഡ്സ് ഉണ്ട് ഡയമണ്ട് ഓൾ ടുഗദർ, അതിൽ നിന്ന് ഒരു കാർഡ് വേണമെങ്കിലും വെളിയിലോട്ട് പോകാം. ഓക്കെ, എന്നിട്ട് 2 കാർഡ് പിക്ക് ചെയ്തത് ഡയമണ്ട് ആണ്. ആൻഡ് ഫ്രം ദ റിമൈനിങ് കാർഡ്സ് ഓഫ് ദ പാക്ക് 2 കാർഡ്സ് ആർ ഡ്രോൺ ആർ ഫൗണ്ട് ടു ബി ഡയമണ്ട്. അപ്പോൾ ഡയമണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം 13 കാർഡ്സ് ഉണ്ട്. അപ്പോൾ 2 സിനാരിയോ ഓർമ്മയുണ്ട്. ഒന്ന് ഇവിടെ നിന്ന് കുറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാർഡ്സ് ലോസ്റ്റ് ഇസ് വാട്ട്, കാർഡ്സ് ലോസ്റ്റ് ഇസ് ഡയമണ്ട് ആണെങ്കിൽ, ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എഴുതാം, ലെറ്റ് E1 എന്ന് വെച്ച് കഴിഞ്ഞാൽ E1 എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് ആണ് വേർ ദ കാർഡ് ലോസ്റ്റ് ഇസ് ഡയമണ്ട്. ഓക്കെ, ഇത് എഴുതിയിട്ടും അതും കൂടെ പറയുമ്പോൾ കുറച്ചും കൂടെ നല്ലയിടത്തെ മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോൾ പറയുകയാണ് E2 എന്ന് പറഞ്ഞ ഇവൻ്റ് ആണെങ്കിൽ ദ കാർഡ് ലോസ്റ്റ് ഇസ് നോട്ട് ഡയമണ്ട്. അപ്പോൾ ഡയമണ്ട് ആവാം. അപ്പോൾ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം ഞാൻ ഡ്രോ ചെയ്തെന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് 2 ഡയമണ്ട് എടുത്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് ഇവിടെ നിന്ന് ലോസ്റ്റ് ആയതും കൂടി ഡയമണ്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 13 എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ബിക്കോസ് ഒന്ന് ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് ഹൗ മച്ച് 12 വരും. അങ്ങനെ 12ൽ നിന്നായിരിക്കും എന്നാൽ 2 എണ്ണം ഞാൻ പിക്ക് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് അവിടെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത്. യു നീഡ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പം E1 കിട്ടി. അപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ആലോചിച്ചോണം കേട്ടോ. 2 കാർഡ് എടുത്തു ഡയമണ്ട്, അത് 13 ആ കാർഡിൽ നിന്നാണ് എടുത്തത്. പക്ഷേ 13 എന്ന് പറയുന്നത് ചിലപ്പോൾ 12 ആവാം, ചിലപ്പോൾ അതായിരിക്കും ശരി. എന്തുകൊണ്ട്? ചിലപ്പം ഈ ലോസ്റ്റ് ആയ കാർഡ് ഡയമണ്ട് ആയിരിക്കാം, റൈറ്റ്? യെസ്. നൗ ഈ 2 പാർട്ട് കഴിഞ്ഞു. ലാസ്റ്റ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ലോസ്റ്റ് കാർഡ് ഇസ് ഡയമണ്ട്. അപ്പോൾ ഈ ലൂസ് ചെയ്ത കാർഡ് ഡയമണ്ട് ആണ് എന്നുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ പ്ലേറ്റ് തിരിഞ്ഞില്ലേ, 2 കാർഡ് എടുക്കണം, ദാറ്റ് ഈസ് ഫോർ ഷുവർ. പക്ഷേ ഇത് ലോസ്റ്റ് ആയ കാർഡും ഡയമണ്ട് ആണെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെ ബേസ് തിയറം തന്നെയാണ്, പക്ഷേ വി ഹാവ് സെവറൽ കോമ്പിനേഷൻസ് ഹിയർ. നമുക്ക് നോക്കാം. സോ അപ്പോൾ ഇവിടെ ഞാൻ പറയാം, ഇപ്പോൾ എ ഈസ് നൗ സെലക്ടിങ് 2 cards from the remaining. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ്, അതെന്തായാലും നമുക്ക് ചെയ്യണ്ടേ, 2 കാർഡ് എന്തായാലും വെളിയിലെടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എയിന് ഇവിടെ സെലക്ടിങ് 2 cards ഫ്രം ദ റിമൈനിങ് കാർഡ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ് യു നീഡ് ടു ഫൈൻഡ് ദാറ്റ്. ഓക്കെ, നൗ ലെറ്റ് സി. എന്തായാലും ഇത് കോൺടെസ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്ട് യു നീഡ് ടു ഫൈൻഡ് ഹിയർ ഇസ്, എന്നാൽ നമുക്ക് ആദ്യം E1 ഒന്ന് നോക്കുക. പ്രോബിലിറ്റി ഓഫ് E1, ദ കാർഡ് ലോസ്റ്റ് ഇസ് ഡയമണ്ട്. അങ്ങനെ കാർഡ് ലോസ്റ്റ് ഇസ് ഡയമണ്ട് ആണെങ്കിൽ കാർഡ് എത്ര ഉണ്ട്? 13 ഡയമണ്ടിൻ്റെ കാർഡുണ്ട്. അതിനകത്ത് ഏത് വേണോ പറ്റിക്കൂടെ? അതിനകത്ത് ഏത് വേണോ പറ്റിക്കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വേണോ പോയി എന്ന് വെച്ചാൽ ദ പ്രോബിലിറ്റി ഫേവറബിൾ ഔട്ട്പുട്ട് ഇസ് വാട്ട്, ഔട്ട്കം ഇസ് വാട്ട് 13 എന്ന് വെച്ച് കഴിഞ്ഞാൽ A2, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2, 3, 4 അങ്ങനെ പോയി JKQ അല്ലെങ്കിൽ JQK. ഓക്കെ, അങ്ങനെ കാർഡ്സിനകത്ത് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 13 കാർഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് ഏത് കാർഡ് വേണോ എനിക്ക് പോവാം. അതുകൊണ്ടാണ് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദ കാർഡ് ലോസ്റ്റ് ഇസ് എ ഡയമണ്ട്. അത് കിട്ടണമെങ്കിൽ 13 എന്ന നമ്പർ വന്നത്, ബിക്കോസ് 13 ഉണ്ട്. ബൈ വാട്ട്? ദ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് വിച്ച് ഇസ് 52. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഇസ് 1/4, ബിക്കോസ് 13 ടൈംസ് 13 into 4 is 52. അതുകൊണ്ട് 1/4 കിട്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് നമുക്ക് E2 എന്തായിരിക്കും? E2 എന്ന് വെച്ചാൽ ദ കാർഡ് ലോസ്റ്റ് ഇസ് നോട്ട് ഡയമണ്ട് എന്ന് വെച്ചാൽ ഡയമണ്ട് അല്ല. അപ്പോൾ ഡയമണ്ടിനെ കളഞ്ഞൂടെ? അപ്പം 52 കാർഡ്സിൽ നിന്ന് ഡയമണ്ടിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ബാക്കി എത്ര വരും? അടുത്ത 39 വരും. ചെക്ക് ചെയ്തേ, 12, 9, 39. യെസ്. സോ ദിസ് ഇസ് 39/52 വിച്ച് അഗെയിൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും 13ൻ്റെ ടേബിളിൽ തന്നെ. ദിസ് ഇസ് ഗോണ ബി 3 and 4. നോ ദീസ് കാൽക്കുലേഷൻസ് ആർ വെരി ഈസി ബിക്കോസ് നമ്മൾ കാർഡ്സിൻ്റെ കണക്കിന് അറിയാം 13. അപ്പോൾ ഒരു സെറ്റ് പോയപ്പോൾ ബാക്കി അങ്ങനെ. അപ്പോൾ 3. സോ അപ്പോൾ 3/4. അപ്പം നമുക്ക് P ഓഫ് E1 കിട്ടി, P ഓഫ് E2 കിട്ടി. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇത്. ഇപ്പം E എന്നുള്ളത് ഇപ്പം ഞാൻ എഴുതാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് വാട്ട് ഈസ് നെക്സ്റ്റ് ടു ഫൈൻഡ് ദിസ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ A ഇൻ ദിസ് ബാഗ്. A എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് 2 കാർഡ് സെലക്ട് ചെയ്യണം. ഏതിൽ നിന്ന്? വെൻ യു ഹാവ് വാട്ട്? കാർഡ് ലോസ്റ്റ് ഇസ് ഡയമണ്ട്. കാർഡ് ലോസ്റ്റ് ചെയ്ത ഡയമണ്ട് പോയതിന് ശേഷം പിന്നെയും 2 ഡയമണ്ട് പിക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് ഞാനിവിടെ എഴുതുന്നത്. ഒന്ന് മനസ്സിലാക്കുക. E എന്ന് പറഞ്ഞാൽ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ലോസ്റ്റ് ആണ്, ലോസ്റ്റ്.
ഡയമണ്ട് പോയി. ഒന്ന് പതുക്കെ ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുക. Then only you will get it. Because you are very new to it. If you know it, then it is pretty easy. You can nail this one. Okay, it is very easy for you to do these ones. Okay, അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ the card lost its diamond. പോയി, ഡയമണ്ട് പോയി. എന്നിട്ട് രണ്ട് കോയിൻ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബിലിറ്റി എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is it you know? That is gonna be 13 1 പോയി, ഡയമണ്ട് പോയി. അപ്പോൾ എത്രയാണ്? 12C2. Why? ഈ 2 എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്സ് പിക്ക് ദിസ് ഡയമണ്ട്. ഈ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 - 1. ഈ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 - 1. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലാണ് ഞാനിത് എഴുതിയത് കേട്ടോ. ബൈ ഏതിൽ നിന്നാണ് എടുക്കുന്നത്? 52 കാർഡ്സിൽ നിന്ന് തന്നെയല്ലേ. അപ്പം 52C2 എന്നാണ് നമ്മൾ എടുക്കേണ്ടുള്ളത്. ഫൈൻ. I hope you are getting it dear, because you have done lot of problems like this. അറിഞ്ഞുകൂടെങ്കിൽ ഇങ്ങനെ എഴുതുക, എന്തുകൊണ്ടാണ് ഇത് എഴുതിയെന്നും കൂടെ മനസ്സിലാക്കുക. കോമ്പിനേഷൻസ് ആണ് ഞാൻ എഴുതുന്നത് കേട്ടോ. കോമ്പിനേഷൻ. വൈ? 12 ഉണ്ട്, ഒരു കാർഡ് ഡയമണ്ട് ആണ്. ഈവൺ എന്താ പറയുന്നത്? ഈവൺ സേസ് ദാറ്റ് ഡയമണ്ട് ഇസ് ലൈക്ക് കാർഡ് ലോസ്റ്റ് ഇസ് ഡയമണ്ട്. അത് പോയി. അത് പോയാൽ ഒരു കാർഡ് കുറഞ്ഞു, ദാറ്റ് ഈസ് 12. അപ്പോൾ 12 കോമ്പിനേഷൻസ് വരാം. അതിൽ നിന്ന് എത്രണ്ണം പിക്ക് ചെയ്യണം? 2 കാർഡ്, 1 2. അപ്പോൾ അതുകൊണ്ടാണ് 12C2. അടുത്ത അത് ടോട്ടൽ കാർഡ് എത്ര ഉണ്ട് ഇപ്പം? 52. ഇറ്റ്സ് നോട്ട് 52 ഡിയർ, ഇറ്റ് വുഡ് ബി 51 കാർഡ്. ഷുഡ് ബി 51 സോറി, ദിസ് ഇസ് 51. വൈ ഇറ്റ് ഈസ് 51? ഒരു കാർഡ് ലോസ്റ്റ് ആയില്ലേ, ഇതിവിടെ പോയില്ലേ നമുക്ക്. അപ്പോൾ 51C2, ദാറ്റ് ഈസ് എ തിങ്. ഫൈൻ. ഓക്കെ, നോ. അപ്പോൾ അത് രണ്ടും. എന്നിട്ട് ഇനി എന്തൊക്കെയാണ് നോക്കാനുള്ള? ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതണമെന്ന് അറിയാമോ? ഇങ്ങനെ എഴുതണമെന്നും കൂടെ അറിയണം. വിച്ച് ഇസ് 12 ഇൻറ്റു 2 പ്രാവശ്യമല്ലേ, അപ്പോൾ 12 × 11 ബൈ 52 2 പ്രാവശ്യം എന്ന് വെച്ചാൽ കുറച്ച് എഴുതണം. യു നോ ഇറ്റ്, സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ്. സോ ഇതാണ് നമുക്ക് കിട്ടുക. ഫൈൻ. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇവൻറ്റ് തന്നെ, ഇഫ് ഇവൻറ്റ് E2 ആണെങ്കിൽ എന്ത് പറ്റും? E2 ആണ് നടന്നത്. എന്താ നടന്നത്? ഡയമണ്ട് അല്ല ലോസ് ആയത്. എന്നാൽ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 ഡയമണ്ട് എന്തായിരിക്കും? അപ്പോൾ ഡയമണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, അപ്പം 13 തന്നെയാണ്. 13C. അപ്പോൾ ഡയമണ്ടും വരാമല്ലോ, ഡയമണ്ട് ലോസ്റ്റ് ആയിട്ടില്ലല്ലോ. ബൈ ഇവിടെയും സ്റ്റിൽ 51 തന്നെ. എന്തുകൊണ്ട്? ബിക്കോസ് ഓൾറെഡി ഒരു കാർഡ് എന്തായാലും ലോസ് ആയില്ലേ. അപ്പോൾ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഹിയർ, ഇതിനെ എങ്ങനെ എഴുതാം? 13 ഇൻറ്റു C2 എന്ന് വെച്ചാൽ 2 ടൈംസ് എന്ന് വെച്ചാൽ 12 ഒന്ന് കുറച്ചിട്ട്, ദെൻ 15 ഇൻറ്റു ഇത് ഒന്ന് കുറച്ചിട്ട്, സോ 50. So can you say it? Now these are something which has been asked. This is what we need to know first of all. Then only we can go forward and find the probability of the lost card being diamond അടുത്ത കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. Now what is next to find? We need to find that. Now ഇവിടെ എല്ലാം കണ്ടുപിടിച്ചത് ഇപ്പം ഡയമണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, ഈ നമ്മൾ കാർഡ് പിക്ക് ചെയ്തത് 2 എണ്ണമാണ് എന്നുള്ള ഇതിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നോക്കിയാൽ ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ഏതാണ്? നിങ്ങൾക്ക് ബോയ്സ് തിയറം അറിയാമെങ്കിൽ you know how I have written this. If you don't know, just go and watch it, then only you will get a concept. Now what you need to find is that the card lost is diamond. അതാ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. The card lost being diamond ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ E1 ആണ് കണ്ടുപിടിക്കേണ്ടത് when already 2 cards are out. അപ്പോൾ ഇതാണ് സംതിങ് which you need to find. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇതിനൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. പ്രോബിലിറ്റി ഓഫ് E1 ഓഫ് A by A ആണ് കണ്ടുപിടിക്കാനുള്ളത്. വേർ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ലോസ്റ്റ് കാർഡ് A ഡയമണ്ട് ആണ്. 2 കാർഡൊക്കെ പോയി, അതൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ പോയത് ലോസ്റ്റ് കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ആണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുക. അതിൻ്റെ പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കുക. ദീസ് ആർ ദ വാല്യൂസ്. നമുക്ക് അവിടെ പഴയത് കിട്ടിയത് നമുക്ക് E1 ഉണ്ട്, E2 ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ എന്താണെന്നുള്ളത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആരോ വരച്ചിട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വന്നിട്ട് കാർഡ് ലോസ്റ്റ് ആയപ്പോൾ ഇത് വന്നിട്ട് ലോസ്റ്റ് ആയ കാർഡ് ഡയമണ്ട് ആണെന്നുള്ളത്, ഇത് ഡയമണ്ട് അല്ലെങ്കിലുള്ളത് അതിൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെ ഇനി കാൽക്കുലേഷനിൽ ഇതിനകത്ത് നമുക്ക് എടുക്കാം. യുനോ ലൈക്ക് ബേസ് തിയറം അറിയാം. അപ്പോൾ ദിസ് ഇസ് സംതിങ് ദ സോഴ്സ് വിച്ച് യു നീഡ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ള പ്രോബിലിറ്റി ഓഫ് ഇതിനെ നേരെ തിരിച്ചെഴുതുക, റൈറ്റ്, ഇൻ ടു യുവർ പ്രോബിലിറ്റി ഓഫ് വാട്ട് യുവർ ഇവൻറ്റ് 1. ഇവൻറ്റ് 1 ബിക്കോസ് ഓൾറെഡി ഓൾ ദീസ് വാല്യൂസ് ആർ ഗിവൻ ഹിയർ ബൈ നമ്മളെ പ്രോബിലിറ്റി ഓഫ് ദ സെയിം തിങ് ഇത് തന്നെ എഴുതുക ഇൻറ്റു പി ഓഫ് ഇ തന്നെയാണ്, ദെൻ ദി അതർ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എ ഇഫ് ഇറ്റ് ഈസ് E2 ദെൻ പി ഓഫ് E2. അപ്പോൾ ഇത് 2 വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ ഡിയർ. അത്രമാത്രം ചെയ്താൽ മാത്രം മതി. ഇന്ന് ജസ്റ്റ് വാല്യൂസ് ഒന്ന് പുട്ട് ഓൺ ചെയ്യാം. യു വിൽ ബി ഹാവിങ് 12 ഇൻറ്റു 11 ബൈ അവിടെ എന്താ 51 ഇൻറ്റു 50 ഇൻറ്റു യുവർ
1/4 by it again the same thing 21 into 11 by 51 into 50 into ഇവിടെ എന്താ കിട്ടുക ഓക്കെ ദിസ് വൺ സെയിം തിങ് പ്ലസ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ 21 ഇറ്റ്സ് നോട്ട് 21 12 ഓക്കെ ഇറ്റ്സ് 12 ദെൻ അടുത്തത് 13 താഴെ 13 into 12 by 51 into 50 yeah 50 into എന്താണ് നമ്മൾ 2 ഈ 2 which is 3/4 fine just do it യാർ പെട്ടെന്ന് നിങ്ങൾ തന്നെ ചെയ്തോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എല്ലാം സെയിമാണ് ഓക്കെ ഇവിടുത്തെ മുകളിലത്തെ ഡിനോമിനേറ്ററും താഴത്തെ ഡിനോമിനേറ്റർ എല്ലാം സെയിമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് LCM ഓക്കെ ഒന്ന് നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ നോക്കിയേ ഇത് തന്നെയല്ലേ മേളത്തെ ബൈ നമ്മൾ ഇത് ദാറ്റ് ഈസ് 12 into 11 യാ താഴത്തെ നോക്കിയേ അതും അത് തന്നെയല്ലേ വിച്ച് ഈസ് 51 into 50 into 4 യാ 51 കുറേ സ്കിപ്പാകുന്നുണ്ട് നമ്പേഴ്സ് യാ ഐ ഡോണ്ട് നോ അപ്പോൾ അങ്ങനെ തന്നെയാണ് 50 into this one yes it's correct and then you just need to go ahead with this which is 12 into 10 11 ചെയ്യണം പ്ലസ് ഇവിടെ വന്നിട്ട് 13 into 12 into 3 ചെയ്യണം that's it ഇതും ക്യാൻസൽ ചെയ്ത് പോകാം and what you have here is 12 into 11 ചെയ്യണം by ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ okay 12 into 11 plus what you have here is ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു നമ്പറായിട്ട് റെഡ്യൂസ് ചെയ്ത് എഴുതാം പെട്ടെന്ന് 36 ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറാണ് യുവർ ഫൈനൽ ആൻസർ ഡിയർ ഓക്കെ ഐ വിൽ റൈറ്റ് ദ ആൻസർ ഓവർ ഹിയർ എന്താ കിട്ടുന്നത് കേട്ടോ ഇവിടെ എഴുതാം ജസ്റ്റ് ഡു ദ കാൽക്കുലേഷൻ യു ഓൾസോ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ഓക്കെ ഗെറ്റ് ദി ആൻസർ ഹിയർ അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുക നമുക്കിവിടെ 12 into 11 പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 12 and 12 it is gonna be 132 by താഴത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 112 the same thing right ഓക്കെ ഇത് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യണം 36 into 13 yeah this is gonna be 18 1 then 9 10 6 10 6 3 8 6 4 so it's gonna be 468 plus ചെയ്യണം so you will be getting 0 1 it's gonna be 9 0 1 and 4 6 so it's gonna be 600 so 132 by 600 dear and that's gonna be the answer but you can again go for cancelling this one എന്ന് വെച്ച് കഴിഞ്ഞാൽ 132 by 600 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ you can divide it by 2 times ചെയ്യുമ്പോൾ 6 then 66 this will be half എന്ന് വെച്ചാൽ 300 again it can go in 3's ടേബിളിൽ പോകാൻ വേണ്ടി പറ്റും 3ൻ്റെ ടേബിളിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ 6ൻ്റെ ടേബിളിൽ തന്നെ പോകും 6ൻ്റെ ടേബിളിൽ പോയി കഴിഞ്ഞാൽ this will be 11 ഇതെന്ന് വെച്ചാൽ 35 times 0 then it is going to be 11 by 50 so 11 by 50 is my probability and this is going to be the answer for this B part okay dear move on to the next one then now on to the OR question a pair of dice is thrown 4 times എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 പ്രാവശ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം 4 പ്രാവശ്യം ഞാൻ ത്രോ ചെയ്തു and this question comes under a doublet എന്നൊക്കെ പറയുമ്പോൾ this came all the way from ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ അപ്പോഴേ ആലോചിക്കണം ഇത് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ വരാറില്ല CBSE ഈ പോർഷൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതിപ്പം 2016 ക്വസ്റ്റ്യൻ ആണ് യെസ് സോ ദീസ് ടു ഇങ്ങനെ 4 പ്രാവശ്യം നമ്മൾ ഡൈസ് ത്രോ ചെയ്തു 2 ഡൈസ് എടുത്ത് ത്രോ ചെയ്തുകൊണ്ടിരുന്നു ഫൈൻ അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് ഡബ്ലറ്റ് ഇസ് കൺസിഡർഡ് ടു ബി എ സക്സസ് ഡബ്ലറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ സക്സസ് ഓക്കെ ഡബ്ലറ്റ് എന്താണെന്ന് ആദ്യം അറിയണം ഡബ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഡൈസിനകത്ത് സെയിം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ഡൈബ്ലറ്റ് ദാറ്റ് ഇസ് കോൾഡ് ഡബ്ലറ്റ് ഇറ്റ്സ് നോട്ട് വിത്ത് 1 മാത്രമല്ല ഇപ്പോൾ 2 2 3 3 4 4 5 5 6 6 all these are doublets അപ്പോൾ ഇത് ഡബ്ലറ്റ്സ് ആണെങ്കിൽ എത്ര ഡബ്ലറ്റ്സ് ഉണ്ട് ഓൾ ടുഗദർ there are 6 of them from how many combination നമുക്ക് ഇവിടെ എത്ര കോമ്പിനേഷൻ കിട്ടും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 6 into 6 because ഇവിടെയും 6 ഉണ്ട് ഇവിടെയും 6 ഉണ്ട് that means ഇപ്പോൾ 2 ഡൈസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ 6 ഉണ്ട് അല്ലേ 6 ഫേസസ് ഉണ്ട് 6 numbers are there that's 6 into 6 yeah അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ we will be getting how many total outcomes 36 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ find the probability of getting a doublet ഡബ്ലറ്റ് ഇട്ടിൻ്റെ പ്രോബിലിറ്റിയാണ് ഇവിടെ ചോദിക്കുന്നത് സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ്
a doublet first part ഉണ്ട് okay that is equal to ഇവിടെ doublet എത്ര ഉണ്ട് 6 ഉണ്ട് 6 by 36 because all total outcome is 36 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ 1/6 എന്ന് കിട്ടിയില്ലേ ഡൺ now അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ഫസ്റ്റ് പാർട്ടിന് തന്നെ ആക്ച്വലി this one is p which is 1/6 എന്ന് എഴുതാം because നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഫോർമുല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം which is c to get this combination or get this result here c of n of x okay then q of n minus x then p of x ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ ഈ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവുന്ന സാധനമാണ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ചെയ്യുന്നതിനാണ് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് വഴിയേ മനസ്സിലാവും ഇവിടെ p എഴുതിയത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഓക്കെ ഡബിളറ്റ് കിട്ടിയാൽ അങ്ങനെയാണെങ്കിൽ q എന്ന് വെച്ചാൽ എന്തായിരിക്കും q is not getting a doublet okay not getting a doublet അപ്പോൾ q എന്ന് എന്ത് കിട്ടും ഇതിൻ്റെ നേരെ കുറച്ചാൽ പോരെ 6 ആണ് ടോട്ടൽ 6 ന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 5/6 ഇത് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം നോട്ട് ഗെറ്റിംഗ് എ ഡബിളറ്റ് എല്ലാം കൂടെ എത്ര ഉണ്ട് 36 ഉണ്ട് 36നകത്ത് 6 ഡബിളറ്റാണ് അപ്പോൾ 6 മൈനസ് ചെയ്തിട്ട് 30/36 അതിന് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/6 വരില്ലേ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഇസ് q അപ്പം നമുക്കിവിടെ കിട്ടിയത് എന്തൊക്കെയാണ് കിട്ടിയത് നമുക്ക് ഈ ഫോർമുല വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ you have p കിട്ടി q കിട്ടി now what is n is nothing but how many times നമ്മളിവിടെ എത്ര പ്രാവശ്യം ത്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ 4 times എന്നാണ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ആ 4 is the answer not answer that is n now what else x എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സക്സസ് ആണ് ഇവിടെ എത്രണ്ണം സക്സസ് ആവണമെന്ന് ചോദിച്ചിരിക്കുന്നത് 2 so that's why രണ്ടെണ്ണം സക്സസ് ആവണമെന്നാണ് that is 2 അപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഫോർമുല കണ്ടുപിടിച്ചാൽ പോരെ അപ്പോൾ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇടുന്നത് c what is it n എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 cn2 4 2 then q നമ്മൾ 4 minus 2 then p 2 so which implies ഇതെന്താ പറ്റുക ഇത് കോമ്പിനേഷൻ നമുക്ക് എഴുതണം അതെങ്ങനെ എഴുതാൻ പറ്റുക 4 into 3 yep then 1 into 2 then you're gonna get ഇത് വന്നിട്ട് q എന്താ 5/6 raised to 2 അല്ലേ അപ്പോൾ 5/6 into 5/6 then p യും സ്ക്വയർ that 6 into 1/6 yes so what you will get here this and this would cancel 2 കിട്ടി ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് 2 കിട്ടി ഇത് വേണമെങ്കിൽ ഇതും കൂടെ ക്യാൻസൽ ചെയ്യാം then what you have here is this അപ്പം ജസ്റ്റ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ദാറ്റ്സ് ഇറ്റ് 25 by നമുക്ക് 36 into 6 നമുക്ക് പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ 36 this is 1821 right that's it man so 216 ഇതാണ് നമ്മുടെ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ സോ ദാറ്റ്സ് ഇറ്റ് സോ അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഒന്ന് അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്യുക കിട്ടും കേട്ടോ ഓൺ ടു ദ നെക്സ്റ്റ് വൺ ദെൻ അപ്പം അതായിരുന്നു നമ്മുടെ 2016 ക്വസ്റ്റ്യൻസ് അപ്പോൾ 2015 നമുക്ക് നോക്കാം നമ്മളെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മുടെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല പക്ഷേ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് for this 2020 so probability okay so these are the questions അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ജസ്റ്റ് പൗസ് ഇറ്റ് ആൻഡ് ജസ്റ്റ് ഹാവ് എ നോട്ട് ഓഫ് ഓൾ ദി ക്വസ്റ്റ്യൻ ആൻഡ് ഡു ബൈ യുവർ സെൽഫ് അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ 5 ഇയറിൻ്റെ തന്നെ ചെയ്യിപ്പിക്കുന്നത് ഈവൻ ദോ നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്നൊന്നും നോക്കാതെ എന്തായാലും ചെയ്യിപ്പിക്കുന്നത് ബിക്കോസ് യു നീഡ് ടു അറ്റ്ലീസ്റ്റ് ഡു ഇറ്റ് ആൻഡ് ഗോ എന്നാലും ഒരു കോൺഫിഡൻസ് വരുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് പൗസ് ഇറ്റ് ആൻഡ് ഡു ഇറ്റ് okay after that then we will start to do this problem so this is the last one right okay let's see that probability you're gonna get full marks okay full marks in your exam okay adu thanna kittanam keto okay on to the first question then about 2015 the first question a part for two independent event a and b which of the following pair of event need not to be independent ennu ivide ചോദിച്ചിട്ടുള്ളത് അപ്പോൾ you have four options here അപ്പോൾ ഈ 4 നകത്ത് ഏതാണ് a complement b complement a into b complement a complement b complement these are all independent here ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് then this is the answer ഇതിപ്പം ഞാൻ ജസ്റ്റ് തിയറിറ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ സമയത്ത് പറഞ്ഞു തരുന്നില്ല എന്നാൽ പോലും ഓക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പം എ മൈനസ് ബി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്നുള്ള ഒരു ഇവൻറ്റും എയിനകത്തില്ല ഇപ്പം ബി മൈനസ് എ എന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഗിവ്സ് എ എന്നുള്ള ഇവൻ്റ് ഒന്നും ബിക്കകത്തുമില്ല ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ അർത്ഥം പ്രോബിലിറ്റി ഓഫ് എ മൈനസ് ബി ഞാനിപ്പോൾ എടുക്കുകയാണ് യൂണിയൻ പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് എ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇത് രണ്ടും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 0 അല്ല ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 0 കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ ഇതിനകത്തും ഉള്ളത്. അതിനകത്ത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ദാറ്റ് ഈസ് വൈ we can say that this is the answer. Okay, this is the answer for this question. Okay, അത് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് നമ്മൾ ബി പാർട്ടും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എക്സസൈസിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ സമയത്ത് പി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഇസ് ദീസ് ടു ആർ വാട്ട് ഈസ് ടു ഫൈൻഡ്. എന്താ കിട്ടേണ്ടത് നമുക്ക് അത് എന്താ കിട്ടേണ്ടതെന്നുള്ളത് എഴുതാം. പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താ നമുക്ക് ഇനി വേണ്ടതെന്നുള്ളത്. ഇത് നമ്മളെ കണ്ടീഷൻ പ്രോബിലിറ്റി, യു നോ ഇറ്റ്. പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ നമുക്ക് ബൈ കിടക്കുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് കിടക്കുന്നതിനാണ് താഴെ വരുന്നത് പ്രോബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇതാണ് നമുക്ക് ഉള്ള ഫോർമുല വിച്ച് യു നീഡ് ടു ഫൈൻഡ് ദി ആൻസർ. വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ എന്ന് വെച്ചാൽ എന്താ? ദ സെയിം തിങ്, പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെപ്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് സ്ലാഷിന് ശേഷം വിച്ച് ഈസ് പ്രോബിലിറ്റി ഓഫ് എ. അതാണ് നമ്മളെ ആൻസർ. അത് രണ്ടും കിട്ടണം. പക്ഷേ ഇവിടെ ഏതാ മിസ്സിങ്? പ്രോബിലിറ്റി നമ്മൾ ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ തന്നിട്ടുള്ളത്? ഇത് മൂന്നുമാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ബിക്കോസ് ആസ് യു നോ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണെങ്കിൽ യു ഹാവ് എ ഫോർമുല പി ഓഫ് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമുക്ക് അറിഞ്ഞൂടെ. എന്നാൽ ഈ ഒരു സാധനത്തിനെ ഇങ്ങോട്ടും കൊണ്ടുവന്നോ ഈ ഒരിതിനെ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നോ എന്നാൽ എന്ത് കിട്ടും നമുക്ക്? So what I will get here is probability of A intersection B. ഇത് ഇപ്പുറത്ത് വന്നു, ഇത് ഇപ്പുറത്ത് പോയി. അപ്പോൾ what I will get P of A plus P of B minus P of A union B എന്ന് കിട്ടും. ഇതിൽ നിന്നാണ് നമുക്ക് ഇൻ്റർസെക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, A intersection B കിട്ടും. പ്രോബിലിറ്റി ഓഫ് A intersection B ഇത് കിട്ടും. ഇതെന്താ കിട്ടുക നമുക്ക് നോക്കാം. So which implies this one is 0.6 കിട്ടി പ്ലസ് എന്താ 0.7. അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 12, 13. സോ ഇപ്പോൾ ഇത് 1.3 കിട്ടി. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ സോ മൈനസ് വാട്ട് ഈസ് ഇറ്റ്? ഇത് നമുക്ക് 0.9. അപ്പം 0.9 എന്ന് വെച്ചാൽ 1.3 0.9. അപ്പോൾ ഇത് വന്നിട്ട് 13 4 over 4, then this one gone, so 0.4. So 0.4 is what? A intersection B, probability of A intersection B. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? ഇതെന്താ കിട്ടുക? അപ്പോൾ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ 0.4 ബൈ ബി എന്ന് വെച്ചാൽ 0.7. സോ വാട്ട് ഈസ് ആൻസർ? 4/7. കഴിഞ്ഞല്ലേ? ഈസി അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് 0.4 തന്നെയാണ്. ദെൻ വാട്ട് യു ഹാവ് ഹിയർ ഇസ് P of A എന്ന് വെച്ചാൽ 0.6. അപ്പോൾ ഇത് വന്നിട്ട് 4/6 വിച്ച് ക്യാൻ ക്യാൻസൽ 2 ഉം 3 ആയിട്ട് കിട്ടും. So 2/3. That is going to be the answer for this question. So move on to the B part then. On to the second question. The probability distribution of a random variable x taken these values. ഏതൊക്കെ? 0, 1, 2, 3, 4 random values ഉണ്ട്. അതിനകത്ത് നമ്മൾ P of x തന്നിട്ടുണ്ട്. നമ്മൾ probability distribution തന്നിട്ടുണ്ട് which is 1/2, 1/4, 1/8 and 1/16 and a P. ഫസ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്? Pൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് സി. അപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഞാൻ let's gonna see here. ഓക്കെ, എ ഇവിടെ തന്നെ എഴുതാം. സോ ദാറ്റ് എനിക്ക് ടേബിൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഐ ഹാവ് ടോൾഡ് യു, നമുക്കറിയാം നമ്മളെ ഫോർമുല സമ്മേഷൻ ഓഫ് പി ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാമെങ്കിൽ ആഡിങ് ഓൾ ദീസ് വിച്ച് ഇസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് പി ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. ഐ എം ഗോണ ടേക്ക് ദിസ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് 16 എന്ന് എടുക്കാം. ഇതിൻ്റെ വന്നിട്ട് 8 ആണ്. 8 പ്ലസ് ബിക്കോസ് 16 ഡിവൈഡ് ബൈ 2 ഇസ് 8. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനാണെങ്കിൽ 4, ഇതിനാണെങ്കിൽ 1. ദെൻ ദിസ് വൺ ഇസ് അഗെയിൻ ദിസ് ഇസ് നോട്ട് 1, ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 1. ഓക്കെ, എൽസിഎം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യു നോ ഹൗ ടു ഡു ഇറ്റ്. ദെൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? ദിസ് ഗോണ ബി 12, 14, 15. അപ്പോൾ 15 എല്ലാം കൂടെ അപ്പുറത്ത് പോയി. അപ്പോൾ P ഈസ് ഈക്വൽ ടു 1 മൈനസ് 15/16 വിച്ച് ഇംപ്ലൈസ് P ഈസ് ഈക്വൽ ടു 16 മൈനസ് 1, 1/16 എന്ന് എനിക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ Pൻ്റെ വാല്യൂ കിട്ടി. ഫസ്റ്റ് പാർട്ട് ഇസ് ഡൺ. അപ്പം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അടുത്ത എന്താ? സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ മീൻ. മീൻ എന്താ നമുക്കറിയാം. നമ്മൾ മ്യൂ അല്ലെങ്കിൽ നമ്മൾ ഇ ഓഫ് എക്സ് അല്ലേ, അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഈസ് നത്തിങ് ബട്ട് ഇതിൻ്റെ ഫോർമുല എന്താ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഫോർമുല എന്ന്?
just gonna multiply with e of x. കുറച്ച് വലിയതായിപ്പോയി, നോ ഇഷ്യൂസ്. ഓക്കെ, ദെൻ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോർമുല എന്താ? സമ്മേഷൻ ഓഫ് പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് ഐ എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. സമ്മേഷൻ ഓഫ് ഓൾ ദീസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സമ്മേഷൻ ഓഫ് എക്സ് ഡിയർ, സമ്മേഷൻ ഓഫ് പി ഐ എക്സ് ഐ എന്ന് വെച്ചാൽ പി ഐ എന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് ദ ഫസ്റ്റ് വൺ വിത്ത് ദ എക്സ് വൺ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഐ എന്ന് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഈ ഒരു ഫോർമുല അങ്ങനെ തന്നെ എഴുതിക്കുക കേട്ടോ, പി ഓഫ് ഐ എക്സ് ഓഫ് ഐ അങ്ങനെ. ബിക്കോസ് ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ദ എക്സ് അങ്ങനെ, ഇത് ഇൻറ്റു ഇത് പ്ലസ് അതിൻ്റെ സമ്മേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻറ്റു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 തന്നെയാണ്, ഇതിൻറ്റു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/4 തന്നെയാണ്. വിച്ച് ഇഫ് ഐ വോണ്ട് ഐ ക്യാൻ കട്ട് ഇറ്റ്, ലെറ്റ് ഇറ്റ് ബി, നോ പ്രോബ്ലം. വേണമെങ്കിൽ ചെയ്യാം, നോക്കാം. ദിസ് ഗോണ ബി 3/8, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4/16 ആണ്. യാ, ദെൻ ദിസ് ഇസ് ഗോണ ബി, നമ്മൾ പിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം, വിച്ച് ഈസ് 1/16 ഹിയർ. സോ 15/16 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഓർ എൽസ് ക്യാൻസൽ ചെയ്താലും എങ്ങനെയായിരുന്നാലും എൽ സി എം നമുക്ക് എന്തായാലും എടുത്താലും നമുക്ക് അഡീഷൻ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, 16 ഉണ്ട്, ഞാൻ എൽ സി എം എടുത്തു, ഞാൻ ഇതൊന്ന് ക്യാൻസൽ ചെയ്തില്ല. സോ ദിസ് വൺ ഇസ് ഗോണ ബി, നമുക്കിവിടെ എന്ത് കിട്ടും? നമുക്കിവിടെ 8 എന്ന് കിട്ടും. ഇവിടെ മേളിൽ 64 പോയി കഴിഞ്ഞാൽ 4 വരും, 4 × 2 is 8 അഗെയിൻ, പ്ലസ് ഇവിടെ വന്നിട്ട് 2 × 2 × 6 3 is 6. ദെൻ ഇവിടെ വന്നിട്ട് 16 1 ടൈം വിച്ച് ഇസ് 4, പ്ലസ് ഇവിടെയും 1 ടൈം 5. ഇത് നമുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആൻസറാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്താ കിട്ടുക? 16 plus 2 is 22, 22 plus 4 is 26, 26 plus 1 is 31. So 31/16 is going to be the answer for your mean. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമുക്ക് എ പാർട്ട് കിട്ടി, ഹിയർ വി ഗോട്ട് ദ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമുക്ക് പി കിട്ടി, നമുക്ക് വി ഫൈൻഡ് ദ വാല്യൂ ഓഫ് മീൻ നമുക്ക് കിട്ടി. അപ്പോൾ അത് രണ്ടും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ ഉള്ളത്? വി നീഡ് ടു ഫൈൻഡ്, അപ്പോൾ ഇതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു, വി നീഡ് ടു ഫൈൻഡ് ദ വേരിയൻസ് ആണ് നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഓഫ് എക്സ് ആണ്. നമുക്ക് അടുത്ത ഫോർമുല എഴുതാം. വാട്ട് ഈസ് വേരിയൻസ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഏരിയൻസ് എന്ന് ചോദിച്ചാൽ എന്താ, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്താണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമുല നമുക്കറിയണം. ഇ ഓഫ് എക്സ് അല്ലെങ്കിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടേബിളും കൂടെ നമുക്ക് ജസ്റ്റ് നിങ്ങൾ അങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. എക്സാമിന് ഇങ്ങനെ എഴുതുകയാണ്, വാട്ട് ആം റൈറ്റിംഗ് ഹിയർ, ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് കാൽക്കുലേഷൻ ഇവിടെ കിട്ടി, ഏതാണ്? 31/6 എന്നുള്ളത് ആഡ് ചെയ്ത് കിട്ടി. എനിക്കിതിൻ്റെ ആഡ് ചെയ്ത് കിട്ടണം. ദോസ് തിങ്സ് ഐ വിൽ പുട്ട് ഇറ്റ് ഓവർ ഹിയർ ആൻഡ് ദാറ്റ് ഈസ് മൈ ആൻസർ, ഫൈനൽ ആൻസർ. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. എക്സിൻ്റെ സ്ക്വയർ ഞാനിവിടെ എഴുതുകയാണ് കേട്ടോ. എക്സിൻ്റെ സ്ക്വയർ വിച്ച് ഈസ് 1, ഇതിൻ്റെ സ്ക്വയർ വന്നിട്ട് 4, ഇതിൻ്റെ സ്ക്വയർ വന്നിട്ട് 9, ഇതിൻ്റെ സ്ക്വയർ 16, ദിസ് വൺ 25. അതുമായിരിക്കാം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഏതുമായിട്ട്? വിത്ത് ദിസ് വൺ, വിത്ത് ദിസ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര മാത്രം ആലോചിക്കുക. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ സബ്മേഷൻ ഓഫ്, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പി ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട്, ഇവിടെയും നമുക്ക് വരുന്ന പി ഓഫ് ഐ തന്നെയാണ്, പക്ഷേ ഇവിടെ പി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്, അല്ല ഐ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ് സ്ക്വയർ ഐ, എക്സ് ഐ സ്ക്വയർ. ഓക്കെ, അതാണ് ഇവിടുത്തെ ഇത്. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. യെസ്, അപ്പോൾ മനസ്സിലായല്ലോ. ഇതിനെ സ്ക്വയർ ചെയ്ത് ദാറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് യുവർ പി എലമെൻറ്റ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി സ്റ്റിൽ ബി 1/2. ഇതുമായിട്ട് ചെയ്യുമ്പോൾ 4/4 വരും. ഇതുമായിട്ട് ചെയ്യുമ്പോൾ 9/8 ആൻഡ് ദിസ് ഇസ് ഗോണ ഗിവ് മീ 16/16. ഇതും 25 ആൻഡ് 16 വിൽ ബി ഗിവിങ് 25/16. ഇങ്ങനെ നമുക്ക് കിട്ടും. യാ, and if I want I can cancel it or else I can anyway like ഇത് എന്തായാലും നമുക്ക് ചെയ്തു തരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്യാൻസൽ ചെയ്യേണ്ടി വരും അല്ലേ. ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം എന്താണെന്ന് കിട്ടുന്നതെന്ന്. ഇവിടെ 1/2 ഉണ്ട്, പ്ലസ് ഇതും ക്യാൻസലായി 1 ആവും, ഇതും ക്യാൻസലായി 1 ആവും. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, പ്ലസ് ഇവിടെ 9/8 ഉണ്ട്, പ്ലസ് 25/16. ഇതിനെ നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് ഗോണ ബി, ഇതിവിടെ ഇരിക്കട്ടെ. ഈ പാർട്ട് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം, നോക്കട്ടെ. അപ്പം 16 ആണ് ഇവിടെ. പിന്നെ വന്നിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 8 പ്ലസ് ഇത് വന്നിട്ട് ഇവിടെ 1 ആണ്. അപ്പോൾ 16 തന്നെയാണ്. 16 into 2 സാർ, this one is gonna be like 12, then 3, 32,
പ്ലസ് പെട്ടെന്നൊന്നും തലയിലൊന്നും വരുന്നില്ല അതാ. ഓക്കെ ദെൻ 2. പിന്നെ ഞാൻ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ തലയിൽ വെക്കാറില്ല കേട്ടോ. വാട്ട് ഐ വോണ്ട് കീപ്പ് ഐ വിൽ കീപ്പ് ഇറ്റ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ ആൻസർ കിട്ടാന്നുള്ളതേ ഉള്ളൂ. കുറേ പേരൊക്കെ 20, 30 വരെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ സത്യം പറയാമല്ലോ എനിക്കൊരു 12, 13 ഒക്കെ ഇറ്റ്സ് ഓക്കെ. പക്ഷേ അങ്ങോട്ട് പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാറില്ല. എന്തിനാണ് വരുന്നത്? മാത്സ് ഇസ് നോട്ട് ടു ജസ്റ്റ് ഫീഡ് ചെയ്ത് വെറുതെ ഒന്ന് കാണാതെ പഠിച്ച് വെക്കേണ്ട സാധനമല്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ദെൻ ഡു ഇറ്റ്. ഇഫ് യു നോ മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് കിട്ടിയില്ലേ. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അത്രമാത്രം സ്പേസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. 16 2 times 2 into 9 is 18 plus. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. 16 divided by 8 is 2. 2 into 9 is 18. Divided by this one and 25. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടണം. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം. 25 കിട്ടി, ദെൻ 18 ഉണ്ട്, 18 ഇതും കൂടെ ഇവിടെ നിന്നൊരു 2 എടുത്ത് കഴിഞ്ഞാൽ 28, 20 plus this one is 50. Then you have an 8 also, 58. ഓക്കെ നോക്കാം. അപ്പോൾ 8 ഉണ്ട്, 8 plus this one is 13, then 1, then you have 7, 8, 83. So what I have here is 83 by 16 എന്ന് കിട്ടി അല്ലേ. 83 by 16. ഓക്കെ, അതായി. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ so that is done. Now I just need to put it over here. Okay, ഇതെന്താണ്? ഈ എക്സ് സ്ക്വയർ the same thing. നമ്മൾ 83 by ഈ എക്സ് സ്ക്വയറിൻ്റെ ആണ്. then minus this one is 31 by 16 the whole square. ഇതാണ്. അപ്പോൾ ഇത് ചെയ്ത് കിട്ടുന്നതാണ് നമ്മളെ ആൻസർ. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഐ എം ഗോണ ഗെറ്റ് ഹിയർ. ഓക്കെ, ലെറ്റ്സ് മൾട്ടിപ്ലൈ ആൻഡ് ഗെറ്റ് ഇറ്റ്. ബിക്കോസ് ഇത് നമുക്ക് 16 into 83 ചെയ്യണം. സോ 83 into 16 ഐ ടോൾഡ് യു മൾട്ടിപ്ലിക്കേഷൻ കുറച്ചുണ്ട്, അത് നിങ്ങൾ എന്തായാലും കാര്യമായിട്ട് ചെയ്യണം. ദിസ് ഇസ് 18, then this one is 48, 49, 3, then 8, 12, 1, then 12, 13. So this one. So what do you get here? 1, 3, 2, 8, yeah, minus 31 square. So 31 into 31 is 3, again this one, 3, and then 9. So 169. So no, 961. So this one divided by what? You're 16. Okay, let's see what I'm getting here when I subtract. So subtract it, എനിക്ക് എന്ത് കിട്ടും നോക്കട്ടെ. 1328 by 961, 7, then 12, 6, 1, 2, 12, and this one will be 3. Yeah, 369. So your answer is gonna be 367. No, not 369, 367. Okay, yes, 367 by what? 16. Yeah, 16. Yeah, കുറേ കോൾസ് വരുന്നുണ്ട്, നമ്മളെ സ്റ്റുഡൻസ് തന്നെയാണ്, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ. So yeah, it's good yaar, you guys are asking me all the doubts and all. Okay, let's see. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത് by 16. No, not 16, sorry, it's not 16. Okay, LCM 16 അല്ല, 16 സ്ക്വയർ ആണ് നമ്മൾ എടുത്തത്. So 16 into 16 is 256. 256, yes, and this is what the answer for the final question. Yes, 356. അപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ, എന്തെങ്കിലും ഡിഫറൻസ് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിലുണ്ടെങ്കിൽ ഡു ടെൽ മീ, കമൻറ്റ് മീ, സോ ദാറ്റ് ദ അതേഴ്സ് വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് എ സ്മോൾ ചേഞ്ച്. ഫൈൻ, ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2015 ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ദീസ് വേർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കിയിട്ട് വേണം ഇത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ എക്സാമിന്. ഇറ്റ്സ് വാസ് വെരി ഈസി, പ്രോബിലിറ്റി ഈസിയുള്ള ചാപ്റ്ററാണ്. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മേക്ക് സില്ലി മിസ്റ്റേക്സ്. ഇപ്പോൾ വേരിയൻസ് മീൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഡോണ്ട് മേക്ക് ദോസ് സില്ലി മിസ്റ്റേക്സ് ബൈ റൈറ്റിംഗ് ഇറ്റ് റോങ്. ഓക്കെ, അപ്പം ചെയ്തു നോക്കുക, വളരെ ഈസിയാണ്. വൺസ് യു ഡു ഇറ്റ് that will be concrete. That's what I feel about probability. Okay, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് മീ ഓർ മെസ്സേജ്. Okay, then on that note നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം കേട്ടോ. Okay, take care. This is Arun here.